നാഗമാണിക്ക് എപ്പിസോഡ് 61 എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് മോഹിനിയുടെ സീക്രട്ട് റൂമിന്റെ അകത്ത് കയറുന്ന ശങ്കർ പാറുവിനെ ഒരു ബെഞ്ചിൽ കിടത്തുകയാണ്. ശങ്കറിന്റെ കയ്യിൽ നിന്ന് പാറുവിന്റെ രക്തം പുരണ്ട കത്തി എടുക്കുന്ന മോഹിനി കത്തിയിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ശേഷം ശങ്കറിനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. അത് കേൾക്കുന്ന ശങ്കർ അവിടെ നിന്നും പോവുകയാണ്. പാറു കിടക്കുന്നത് തന്നെ നോക്കി കുറച്ചു നേരം നിൽക്കുകയാണ് മോഹിനിക്ക് പാറു മരിച്ചു എന്ന് അറിഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം പാറുവിനെ നോക്കി നിൽക്കുന്ന മോഹിനി സന്തോഷം കൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ശേഷം മോഹിനി പാറുവിനെ ഒരു ബാത്ത് ടബ് പോലെ തോന്നിക്കുന്ന ഒന്നിൽ കിടത്തുകയാണ്. എന്നിട്ട് ശക്തി പ്രയോഗിച്ച് അതിന്റെ അകത്ത് മുഴുവൻ കറുത്ത വെള്ളം വരുത്തുകയാണ്. ഈ കറുത്ത വെള്ളം പാറുവിന്റെ ശരീരം ഇല്ലാതാക്കും. അപ്പോൾ പാറുവിന്റെ ശരീരത്തിലുള്ള നാഗമാണിക്യം പുറത്തു വരും. അതാണ് മോഹിനിയുടെ ലക്ഷ്യം. തുടർന്ന് മോഹിനി മന്ത്രം പറയുകയാണ്. അവസാനം നാഗമാണിക്യത്തിന്റെ പ്രകാശം വരുന്നത് കാണുന്ന മോഹിനി ആ കറുത്ത വെള്ളത്തിന്റെ മുകളിൽ നിന്ന് നാഗമാണിക്യം എടുക്കുകയാണ്. എന്നിട്ട് നാഗമാണിക്യത്തിന്റെ തന്നെ നോക്കി നിൽക്കുകയാണ് മോഹിനി. നാഗമാണിക്യം കാണുന്ന മോഹിനി സന്തോഷം കൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ഈ സമയം ആ കറുത്ത വെള്ളത്തിൽ നിന്ന് പാറു പൊങ്ങി വരികയും പാറു കണ്ണു തുറക്കുകയും ചെയ്യുന്നു. ഇതൊന്നും മോഹിനി കാണുന്നില്ല. മറുവശത്ത് മുത്തശ്ശി ശങ്കറിനെ അടിക്കുകയാണ്. സ്വന്തം ഭാര്യയെ കൊല്ലാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? അവൾ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അത് കേൾക്കുന്ന ശങ്കർ മുത്തശ്ശിയോട് എനിക്ക് എന്റെ പാറുവിനെ കൊല്ലാൻ കഴിയുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? പാറു മരിച്ചിട്ടില്ല. പാറു ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. നമുക്ക് ആദ്യം എങ്ങനെയെങ്കിലും രക്ഷസിന്റെ മുടി മുറിച്ചെടുക്കണം. രക്ഷസിന്റെ ശക്തി മുഴുവൻ രക്ഷസിന്റെ മുടിയിലാണെന്ന് പറയുകയാണ് ശങ്കർ. ഈ സമയം മോഹിനി നാഗമണിക്ക് സ്വന്തം നെറ്റിയിൽ വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ മോഹിനി കല്ലുമായി താഴെ വീഴുകയാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് കല്ലായതുകൊണ്ട് ആ കല്ല് തറയിൽ വീണപ്പോൾ പൊട്ടിപ്പോകുന്നു. കല്ല് പൊട്ടിക്കിടക്കുന്നത് കണ്ട് അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന മോഹിനി ആ കറുത്ത വെള്ളത്തിലേക്ക് നോക്കുകയാണ്. വെള്ളം കാണുന്ന മോഹിനിക്ക് പാറു മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. ആ സമയം മോഹിനിയുടെ പുറകിൽ പാറു വരുന്നു. പാറുവിനെ കാണുന്ന മോഹിനി ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ശങ്കർ പാറുവിനെ കുത്തുമ്പോൾ പാറു ശങ്കറിനോട് ഈ ജന്മം എനിക്ക് ശങ്കറിന്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനോ ശങ്കറിന്റെ സ്നേഹം കിട്ടാനോ കഴിഞ്ഞില്ല. അടുത്ത ജന്മം ഞാൻ തിരിച്ചു വരും ശങ്കർ എന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമം തോന്നുന്ന ശങ്കർ കത്തിയിൽ നിന്നും കൈമാറ്റുമ്പോൾ ശങ്കറിന് കഴിഞ്ഞ ജന്മത്തെ എല്ലാ സംഭവങ്ങളും ഓർമ്മ വരികയാണ്. ശങ്കർ മൻമോഹനെ രംഭയെ ഉപദ്രവിച്ചതും മോഹിനി പുറകിൽ കൂടി ശങ്കറിനെ കുത്തിയതും അതെല്ലാം കണ്ട് പാറു കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചതും അടുത്ത ജന്മം നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് ശങ്കറിനെ കുത്തിയ കമ്പിയിൽ തന്നെ സ്വയം കുത്തി മരിച്ചതും എല്ലാം ഓർമ്മ വരുന്ന ശങ്കർ പാറു എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയും കത്തി വലിച്ചൂരുകയും ചെയ്യുന്നു. എന്നിട്ട് പാറുവിനെ നോക്കി അടുത്ത ജന്മമല്ല ഈ ജന്മത്തിൽ തന്നെ എനിക്ക് നിന്നെ സ്നേഹിക്കണം, നീ എന്നെ വിട്ടു പോകരുത് പാറു എന്നൊക്കെ പറയുകയാണ്. ശേഷം മഹാദേവന് മാത്രമേ ഇനി പാറുവിനെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ശങ്കർ കുറച്ച് തീക്കനൽ കൊണ്ടുവന്ന് മഹാദേവന്റെ മുന്നിൽ ഇട്ടിട്ട് അതിന്റെ പുറത്ത് കയറി നിൽക്കുകയും കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ശങ്കർ മഹാദേവനെ നോക്കി പാറുവിനെ രക്ഷിക്കുന്നത് വരെ ശങ്കർ ഇങ്ങനെ തന്നെ നിൽക്കുമെന്നും പാറുവിനെ രക്ഷിക്കാൻ മഹാദേവന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറയുകയാണ്. ആ സമയം അവിടെ ചുറ്റും പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. മണിനാഥം മുഴങ്ങുകയും അതിശക്തമായ കാറ്റുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ മഹാദേവന്റെ മുകളിൽ വെച്ചിരുന്ന ജലധാരയ്ക്കുള്ള പാൽപാത്രം താഴെ വീഴുകയും ആ വെള്ളം ഒഴുകി പാറുവിന്റെ അടുത്തും ശങ്കർ നിൽക്കുന്ന കനലിന്റെ അടുത്തും പോകുന്നു. പാറുവിന്റെ അടുത്ത് പോകുന്ന വെള്ളം പാറുവിനെ സ്പർശിക്കുകയും പാറു കണ്ണു തുറക്കുകയും ചെയ്യുന്നു. ശങ്കറിന്റെ അടുത്ത് പോകുന്ന വെള്ളം തീ കനൽ അണയ്ക്കുന്നു. ശേഷം ജീവൻ തിരിച്ചു കിട്ടുന്ന പാറുവും ശങ്കറും സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഇതെല്ലാം പാറു മോഹിനിയോടും പറയുകയാണ്. മോഹിനി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് മോഹിനിയുടെ മുടി മുറിക്കാനും മോഹിനിയെ കൺട്രോളിലാക്കാനും വേണ്ടി എല്ലാവരും പൂജാ സാധനങ്ങളും രുദ്രാക്ഷവും തൃശൂലവും ഗംഗാജലവും എല്ലാം എടുത്തു വെക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും മോഹിനിയുടെ മുടി മുറിക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശങ്കർ. ഈ സമയം പകുതി നാഗത്തിലായ പാറുവും മോഹിനിയും തമ്മിൽ ഫൈറ്റ് നടത്തുകയും പാറു വാലുകൊണ്ട് മോഹിനിയെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മോഹിനി ശക്തി പ്രയോഗിച്ച് പാറുവിനെ ഉപദ്രവിക്കാനും ശ്രമിക്കുകയാണ്. ഇതെല്ലാം അവിടെ അടുത്തായി മറഞ്ഞു നിന്ന് കാണുകയാണ് മൻമോഹനും രംഭയും. മൻമോഹന് ചേച്ചിയെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ട്. ആ കാര്യം രംഭയോട് പറയുമ്പോൾ 200 വർഷം പഴക്കമുള്ള ചേച്ചിയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഇപ്പോൾ ചാകാൻ വയ്യ എന്ന് പറയുകയാണ് രംഭ. ഈ സമയം പാറുവിനെ അവിടെ കാണാത്തത് കാണുന്ന മോഹിനി പാറുവിനെ അന്വേഷിച്ച് പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. മോഹിനിയെ കാണുന്ന അവരെല്ലാവരും മോഹിനിയുടെ നേരെ ഗംഗാജലം തളിക്കുകയാണ്. ഗംഗാജലം ശരീരത്തിൽ വീഴുമ്പോൾ പൊള്ളുന്നത് പോലെ തോന്നുന്ന മോഹിനി പുറകിലേക്ക് പോവുകയാണ്. അപ്പോൾ മുകളിൽ നിൽക്കുന്ന ലഖനും പപ്പിയും ദേവിയുടെ വിഗ്രഹത്തിൽ ഇടുന്ന തുണി മോഹിനിയുടെ പുറത്തേക്ക് കൂടി ഇടുകയാണ്. മോഹിനി ആ തുണി എടുത്ത് മാറ്റാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. മോഹിനി മാന്ത്രിക മുടിയുടെ സഹായം കൊണ്ട് ആ തുണി മാറ്റാൻ നോക്കുകയാണ്. ആ സമയം അവിടെ തൃശൂലവുമായി വരുന്ന പാറു തൃശൂലം കൊണ്ട് മോഹിനിയുടെ മുടി മുറിച്ചെടുക്കുകയാണ്. ശേഷം ലഖനും പപ്പിയും കൂടി വീലുള്ള ഒരു ചെയർ കൊണ്ടുവന്ന് മോഹിനിയെ പിടിച്ച് അതിലിരുത്തുകയും കയർ കൊണ്ട് മോഹിനിയെ കെട്ടിവെക്കുകയും മോഹിനിയുടെ പുറത്തുകൂടി കറുത്ത തുണി മൂടിയിട്ട് മോഹിനി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം പാറു മോഹിനിയുടെ മുറിഞ്ഞു വീണ മുടിയെ ഒരു ബോക്സിന്റെ അകത്ത് ആക്കുകയാണ്. അത് കാണുന്ന മുത്തശ്ശി മോഹിനിയെയും ഈ മുടിയെയും എന്ത് ചെയ്യുമെന്ന് ശങ്കറിനോട് ചോദിക്കുന്ന സമയം അവിടെ ഗുരുജി വരികയാണ്. ഗുരുജി എല്ലാവരോടും പേടിക്കേണ്ട, ഇനി
മോഹിനിക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഈ സമയം ശങ്കറും പാർവവും മോഹിനിയുമായി അവിടെ വരുന്നു. മോഹിനിയെ കാണുന്ന ഗുരുജി മോഹിനിയോട് ദീർഘനിദ്രയിലേക്ക് പോകാൻ പറയുകയാണ്. എന്നിട്ട് ഗുരുജി മന്ത്രം പറയുകയാണ്. മറുവശത്ത് പാലസിലുള്ള ആരും കാണാതെ മൻമോഹനും രംഭയും പാലസിന്റെ പുറകിലൂടെ പുറത്തു കടക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെയാണ് രംഭയുടെ കൂടെ മൻമോഹൻ നിൽക്കുന്നത്. മൻമോഹൻ രംഭയോട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, നമ്മൾ ഇപ്പോൾ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിയുടെ മുടി അവരെല്ലാവരും കൂടി മുറിച്ചെടുത്തു. ചേച്ചിയെ രക്ഷിക്കാൻ പോയാൽ നമ്മളെയും അതുപോലെ പീസ് പീസാക്കും. എനിക്കിപ്പോൾ പീസ് പീസാകാൻ താല്പര്യമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രംഭ പോകുമ്പോൾ മൻമോഹൻ രംഭയുടെ പുറകെ പോവുകയാണ്. ഈ സമയം ഗുരുജി മന്ത്രം പറഞ്ഞ് മോഹിനിയെ ഉറക്കുകയാണ്. ശേഷം കറുത്ത തുണി മാറ്റുമ്പോൾ മോഹിനിക്ക് പകരം ആ ചെയറിൽ ഗീത ഇരിക്കുന്നത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഗീതയുടെ കെട്ടഴിച്ച് മാറ്റുമ്പോൾ ഗീത മോഹിനി രക്ഷപ്പെട്ട കാര്യം പറയുകയാണ്. അത് കേട്ട എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഗുരുജി മോഹിനിക്ക് മുടിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മോഹിനിയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ സമയം ഗുരുജി ശങ്കറിനോടും പാർവിനോടും ഒരു രക്ഷസിന്റെ ശക്തി മുഴുവൻ അവരുടെ മുടിയിലാണ്, അതുകൊണ്ട് തന്നെ ഈ മുടി കിട്ടാൻ രക്ഷസ് എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരിക്കലും രക്ഷസിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥലത്തായിരിക്കണം ഈ മുടി മറച്ചു വെക്കാനെന്ന് ഗുരുജി പറയുന്നത് കേൾക്കുന്ന അവർ രണ്ടുപേരും ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം ലഖനും പപ്പിയും തൃശൂലവുമായി മോഹിനി കിച്ചണിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ്. മുത്തശ്ശിയും സൗദാമിനിയും ബബ്ലിയും ഗംഗാജലവും ദീപവുമായി ബെഡ്റൂമിൽ മോഹിനി ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഗീതയും നന്ദയും ചൂലും ആരതി തട്ടവുമായി വേറൊരു ബെഡ്റൂമിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അടുത്ത സീനിൽ ശങ്കറും പാർവും മോഹിനിയുടെ മുടി ഇരിക്കുന്ന ബോക്സുമായി മഹാദേവന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവർ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ മഹാദേവന്റെ അടുത്ത് നിന്നും ഒരു വലിയ നാഗം അവരുടെ മുന്നിൽ വരുന്നു. ആ നാഗത്തിനെ കണ്ട് അത്ഭുതത്തോടെയും ചെറിയൊരു പേടിയോടെയും ശങ്കർ നിൽക്കുകയാണ്. അത് കാണുന്ന പാറു ശങ്കറിനോട് ഈ നാഗത്തിനെ നമുക്ക് അറിയാമെന്ന്, ഈ നാഗം നമ്മുടെ ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് പാറു കയ്യിലിരിക്കുന്ന ബോക്സ് ആ നാഗത്തിന്റെ മുന്നിൽ വയ്ക്കുകയാണ്. അപ്പോൾ ആ നാഗം ആ ബോക്സിനെ വിഴുങ്ങുകയാണ്. എന്നിട്ട് തിരിച്ചു പോയി മഹാദേവനെ ചുറ്റിയിരിക്കുകയാണ്. മറുവശത്ത് റൂമിൽ വരുന്ന ദുൽചന്ദിനെ അവിടെ മറിഞ്ഞിരിക്കുന്ന മോഹിനി കൺട്രോളിലാക്കുകയാണ്. ഓരോന്നും പറഞ്ഞ് ദുൽചന്ദിന്റെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ് മോഹിനി. മോഹിനിയുടെ സ്നേഹം പൊതിയുന്ന വാക്കിൽ ദുൽചന്ദ് വീണു എന്ന് മനസ്സിലാക്കുന്ന മോഹിനി ദുൽചന്ദിനോട് മോഹിനിയുടെ മുടി എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുകയാണ്. അത് കേട്ട് മോഹിനിയെ തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുകയാണ് ദുൽചന്ദ്. ദുൽചന്ദ് മോഹിനിയോട് മുടി എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി വിഷം നിറച്ച ഒരു സിറിഞ്ച് എടുത്ത് ദുൽചന്ദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പാറുവിനെ ഈ സിറിഞ്ച് കൊണ്ട് ഇഞ്ചക്ട് ചെയ്യാൻ പറയുകയാണ്. എന്റെ മരുമകളെ കൊല്ലാൻ എനിക്ക് വട്ടില്ല മോഹിനി എന്ന് ദുൽചന്ദ് പറയുമ്പോൾ, ഈ ഇഞ്ചക്ഷൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല, എന്റെ മുടി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. എനിക്ക് നിങ്ങളെ ചതിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ മോഹിനി പറയുന്നത് കേൾക്കുന്ന ദുൽചന്ദ് മോഹിനിയുടെ വാക്കിൽ വീഴുകയാണ്. ദുൽചന്ദ് പാറുവിനെ ഇഞ്ചക്ട് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. അടുത്ത സീനിൽ ശങ്കറും പാറുവും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരികയാണ്. ശങ്കറിന് എല്ലാവരോടുമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ സമയം അവിടെ നിൽക്കുന്ന ദുൽചന്ദ് പാറുവിനെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ദുൽചന്ദ് മോഹിനിയെ നോക്കുന്നുണ്ട്. ഒരിക്കൽ ആ ഇഞ്ചക്ഷനിലെ മരുന്ന് പാറുവിന്റെ ശരീരത്തിൽ കയറിയാൽ പാറു തന്നെ എനിക്ക് എന്റെ മുടി എടുത്തു തരുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് മോഹിനി. ശങ്കറിന് പറയാനുള്ളത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലും സന്തോഷത്തിലും ബബ്ലി ചേട്ടന് പറയാനുള്ളത് എന്താണോ അത് പെട്ടെന്ന് തന്നെ പറയൂ എന്ന് പറഞ്ഞ് അടുത്ത് നിൽക്കുന്ന സൗദാമിനിയെ ചെറുതായി തള്ളുകയാണ്. അപ്പോൾ പാറുവിനെ കുത്താൻ വേണ്ടി ദുൽചന്ദ് കയ്യിൽ വെച്ചിരിക്കുന്ന ഇഞ്ചക്ഷന്റെ പുറത്തുകൂടി സൗദാമിനി വീഴുന്നു. ഇഞ്ചക്ഷനിൽ ഉണ്ടായിരുന്ന മരുന്ന് സൗദാമിനിയുടെ ശരീരത്തിൽ കയറുകയാണ്. സൗദാമിനിയുടെ സ്വഭാവം മാറുന്നു. അത് കാണുന്ന എല്ലാവരും കൂടി സൗദാമിനി ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ്. ഇതെല്ലാം കാണുന്ന മോഹിനി പാറു അല്ലെങ്കിൽ സൗദാമിനി, എനിക്ക് ആരായാലും മുടി എടുത്തു തന്നാൽ മതി എന്ന് പറയുകയാണ്. ഈ സമയം സൗദാമിനിയിൽ മാറ്റങ്ങൾ വരികയാണ്. സൗദാമിനി ഒരു പിശാചായി മാറുന്നു. ഇതെല്ലാം കാണുന്ന മോഹിനി സൗദാമിനി ആരെ കടിച്ചാലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നഖം കൊണ്ട് മുറിവുണ്ടാക്കുകയോ ചെയ്താൽ അവരും പിശാചായി മാറും. എല്ലാവരും പിശാചായി മാറുന്നത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു നിൽക്കുകയാണ് മോഹിനി. തുടർന്ന് സൗദാമിനി പാറുവിന്റെ കയ്യിൽ പിടിക്കുന്നത് കാണുന്ന ശങ്കർ പാറുവിനെ സൗദാമിനിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നു. സൗദാമിനി വയലന്റ് ആകുന്നത് കാണുന്ന എല്ലാവരും ഓരോ സ്ഥലത്തായി മറഞ്ഞിരിക്കുകയാണ്. ഈ സമയം ഗുരുജിക്ക് സൗദാമിനി ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ഷൻ സിറിഞ്ച് കിട്ടുന്നു. ആ സിറിഞ്ച് കാണുന്ന ഗുരുജി സൗദാമിനി ഇപ്പോൾ മനുഷ്യനല്ല ഒരു പിശാചിനെയാണെന്നും സൗദാമിനി ആരെങ്കിലും കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ അയാളും പിശാചിനെയായി മാറുമെന്നും ബന്ധുവും സ്വന്തവുമെന്ന് ഇപ്പോൾ അവർക്ക് അറിയില്ല എന്നും ആരാണോ ഈ മരുന്ന് ഉണ്ടാക്കിയത് അവർക്ക് മാത്രമേ ഇതിനുള്ള മറുമരുന്ന് അറിയാവൂ എന്നും പറയുകയാണ്. ഗുരുജി പറയുന്നത് കേട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ദുൽചന്ദ് വിഷമിച്ചിരിക്കുകയാണ്. ആദ്യം സൗദാമിനിയെ ഒരു സ്ഥലത്ത് പൂട്ടിയിടണമെന്ന് വിചാരിക്കുന്ന ശങ്കറും പാറുവും സൗദാമിനിയെ ഒരു കൂട്ടിന്റെ അകത്താക്കി പൂട്ടിയിടുകയാണ്. കൂട്ടിന്റെ അകത്ത് കിടക്കുന്ന സൗദാമിനി വയലന്റ് ആവുന്നത് കാണുന്ന മുത്തശ്ശി വിഷമിച്ച് കരയുകയാണ്. ശേഷം ദുൽചന്ദ് മോഹിനിയോട് ചേച്ചി ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ്, നീ എനിക്ക് തന്നുവിട്ട മരുന്ന് എന്തിനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ദുൽചന്ദ്. എനിക്ക് മുടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെയെല്ലാം ചെയ്തത്. എന്റെ മുടി കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ ശക്തികൾ തിരിച്ചു കിട്ടും, അപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ദുൽചന്ദിന് വാക്കു കൊടുക്കുകയാണ് മോഹിനി. ഈ സമയം അവിടെ വരുന്ന ശങ്കർ ദുൽചന്ദിനെ മോഹിനിയുടെ അടുത്ത് നിന്ന് പിടിച്ചു മാറ്റുന്നു. ശങ്കറിനെ കാണുന്ന
നിൽക്കുന്ന ദുൽചന്ദ് ശങ്കറിനോട് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല, എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന മോഹിനി ദുൽചന്ദിന്റെ അടുത്ത് പോയിട്ട് ദുൽചന്ദിനെ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ദുൽചന്ദ് കുറച്ചു നേരം ബോധം പോയി കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ദുൽചന്ദ് ശങ്കറിനോട് വയലന്റ് ആവുന്നത് കാണുന്ന ശങ്കർ ദുൽചന്ദിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം സൗദാമിനിക്ക് ഫുഡ് കൊടുക്കുന്ന ബബ്ലിയുടെ കയ്യിൽ സൗദാമിനി പിടിക്കുകയാണ്. എല്ലാവരും കൂടി ബബ്ലിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ സൗദാമിനിയുടെ നഖം കൊണ്ട് ബബ്ലിയുടെ കൈ മുറിയുകയാണ്. ബബ്ലിയുടെ കയ്യിൽ മുറിവ് കാണുന്ന എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ബബ്ലി പിശാചിനിയായി മാറുന്നതിന് മുമ്പ് തന്നെ അവർ ബബ്ലിയെ ഒരു കൂട്ടിന്റെ അകത്താക്കുന്നു. ബബ്ലി വയലന്റ് ആവുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ആ സമയം അവിടെ മോഹിനി വരുന്നു. മോഹിനി സൗദാമിനിയെയും ബബ്ലിയെയും തുറന്നു വിട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പുറത്തു വരുന്ന സൗദാമിനിയെയും ബബ്ലിയെയും കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുന്ന സമയം അവിടെ ശങ്കറും പാറും വരുന്നു. പാറു സൗദാമിനിയെ ബബ്ലിയെ തടഞ്ഞു നിർത്താൻ നോക്കുകയാണ്. ഇതിനിടയിൽ ദുൽചന്ദിന്റെ അടുത്ത് പോകുന്ന ലഖൻ പിശാചായി മാറുകയാണ്. പാറു സീമയെയും നന്ദയെയും പപ്പിയെയും കിച്ചണിൽ നിർത്തിയിട്ട് പിശാചായവരെ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ വരുന്ന ശങ്കറും മുത്തശ്ശിയും അവരുടെ നേരെ ഗംഗാജലം ഒഴിക്കുകയാണ്. എന്നിട്ട് അവർ ഒരു സ്ഥലത്തും പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ചുറ്റും ഗംഗാജലം ഒഴിക്കുന്നു. ഈ സമയം കിച്ചണിൽ പോകുന്ന മോഹിനി അവിടെ ഒളിച്ചിരിക്കുന്ന സീമയെയും പപ്പിയെയും നന്ദയെയും പിടിച്ചുകൊണ്ട് ശങ്കറിന്റെയും പാറുവിന്റെയും മുന്നിൽ വരികയാണ്. എന്നിട്ട് പാറുവിനോട് ഇവരെ എല്ലാവരെയും പിശാചുക്കളാക്കണ്ട എങ്കിൽ രക്ഷസിന്റെ മുടി തിരിച്ചു കൊടുക്കാൻ പറയുകയാണ്. മുടി കിട്ടിയാൽ മറുമരുന്ന് തരാമെന്ന് മോഹിനി പാറുവിന് വാക്കു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന പാറു ശങ്കറിനോട് പറഞ്ഞിട്ട് മുടി എടുക്കാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ്. മുടി മോഹിനിക്ക് ഒരിക്കലും കൊടുക്കരുതെന്ന് ശങ്കർ ആവർത്തിച്ച് പാറുവിനോട് പറയുന്നുണ്ടെങ്കിലും പാറു ശങ്കറിനോട് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല, അവരെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ പാറുവിന്റെ കയ്യിൽ അടയാളം കാണുന്ന പാറു ആ കാര്യം ശങ്കറിനോട് പറയുകയാണ്. പേടി തോന്നുന്ന ശങ്കർ പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ്. പേടിച്ചു നിൽക്കുന്ന പാറുവിനെ ശങ്കർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പാറുവിനെ സമാധാനിപ്പിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ശങ്കറിന്റെ അടുത്ത് നിന്ന് മാറുന്ന പാറു ശങ്കറിനോട് എപ്പോഴാണ് പാറുവിന് മാറ്റം വരുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് ശങ്കർ തന്നെ ക്ഷേത്രത്തിൽ പോയി രക്ഷസിന്റെ മുടി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. ശേഷം പാറു പറഞ്ഞതനുസരിച്ച് പാറുവിനെ ശങ്കർ ഒരു ചെയറിൽ കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ക്ഷേത്രത്തിൽ വരുന്ന ശങ്കർ അവിടെയുള്ള ബെല്ലടിക്കുകയാണ്. നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ശങ്കർ മഹാദേവനെ നോക്കി പാറുവിനെ മഹാദേവൻ തന്നെ രക്ഷിക്കണമെന്നും അതുവരെ മണി മുഴക്കുന്നത് നിർത്തില്ല എന്നും പറയുകയാണ്. ശങ്കറിന്റെ കയ്യിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവിടെ ഒരു വലിയ നാഗം ശങ്കറിന്റെ മുന്നിൽ വരികയും ശങ്കറിന് ബോക്സ് കൊടുക്കുകയും ആ നാഗം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ബോക്സ് കാണുന്ന ശങ്കർ ബോക്സ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പാലസിൽ വരുന്ന ശങ്കർ പാറുവിനെ രക്ഷിച്ചാൽ മാത്രമേ ബോക്സ് തരികയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും മോഹിനി മറുമരുന്ന് ശങ്കറിന് കൊടുക്കുകയാണ്. ശങ്കർ ആ മരുന്ന് മോഹിനിയുടെ കയ്യിൽ നിന്നും വാങ്ങി പാറുവിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ നോർമൽ ആകുന്ന പാറു സന്തോഷത്തോടെ ശങ്കറിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതെല്ലാം കാണുന്ന മോഹിനി ശങ്കറിനോട് മുടി കൊടുക്കാൻ പറയുകയാണ്. ശങ്കർ ബോക്സ് തുറന്ന് മുടി എടുത്ത് മോഹിനിയുടെ കയ്യിൽ കൊടുക്കാൻ പോകുന്നതും പാറു ശങ്കറിന്റെ കയ്യിൽ നിന്ന് മുടി പിടിച്ച് വാങ്ങിയിട്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള മറുമരുന്ന് തരാൻ മോഹിനിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി പാറുവിന്റെ കയ്യിൽ മറുമരുന്ന് കൊടുക്കുന്ന സമയം മോഹിനി പാറുവിന്റെ കയ്യിലിരിക്കുന്ന മുടി പിടിച്ച് വാങ്ങുകയും മോഹിനി കയ്യിലിരിക്കുന്ന മരുന്ന് തറയിലിടുകയും ചെയ്യുകയാണ്. തറയിൽ വീഴുന്ന മരുന്നിരിക്കുന്ന കുപ്പി പൊട്ടി പോവുകയാണ്. അത് കണ്ട് പാറു ശങ്കർ ഞെട്ടി നിൽക്കുന്ന സമയം മോഹിനി മാന്ത്രിക മുടി തന്റെ മുടിയിൽ ചേർത്ത് വെക്കുകയാണ്. ശേഷം ശങ്കറിനെ ഉപദ്രവിക്കുകയാണ് മോഹിനി. ബഹളം വയ്ക്കുന്ന മറ്റുള്ളവരെ ശക്തി പ്രയോഗിച്ച് കൺട്രോളിലാക്കുന്ന മോഹിനി അവരെ ഒരു റൂമിലാക്കി പൂട്ടുകയാണ്. എന്നിട്ട് മോഹിനി പാറുവിനോട് എല്ലാവരെയും വെറുതെ വിടണമെങ്കിൽ നാഗമാണിക്യം കൊടുക്കാൻ പറയുകയാണ്. ശങ്കറിന്റെയും കുടുംബത്തിലുള്ളവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാറു നാഗമാണിക്യം കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ശങ്കറിനെ വെറുതെ വിടുകയാണ്. ശേഷം മഹാദേവന്റെ മുന്നിൽ പോകുന്ന പാറു ശങ്കറിന്റെ മുന്നിൽ വെച്ച് നാഗമാണിക്യം പുറത്തെടുക്കുകയാണ്. എന്നിട്ട് മഹാദേവന്റെ മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് അവർ രണ്ടുപേരും. തുടർന്ന് പാറുവിന്റെ കയ്യിലിരിക്കുന്ന നാഗമാണിക്യം കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മോഹിനി നാഗമാണിക്യം എടുക്കാൻ നോക്കുമ്പോൾ ശങ്കർ മോഹിനിയോട് ആദ്യം അവരെ എല്ലാവരെയും നോർമലാക്കാൻ പറയുകയാണ്. അത് കേട്ട ഉടൻ തന്നെ മോഹിനി മരുന്നെടുത്ത് ശങ്കറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പാറുവിന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന മോഹിനിക്ക് പാറു നാഗമാണിക്യം കൊടുക്കുന്നു. നാഗമാണിക്യം കയ്യിൽ കിട്ടുന്ന മോഹിനി സന്തോഷം കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം പാറു എല്ലാവർക്കും മരുന്ന് കൊടുക്കുകയും എല്ലാവരും നോർമൽ ആവുകയും ചെയ്യുകയാണ്. റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നവരെ ശങ്കർ രക്ഷപ്പെടുത്തുന്നു. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് മോഹിനി നാഗമാണിക്യം കയ്യിൽ വെച്ച് വർഷങ്ങളായുള്ള തന്റെ ലക്ഷ്യം സാധിച്ചതിന്റെ സന്തോഷത്തിൽ മോഹിനി നിൽക്കുമ്പോൾ അവിടേക്ക് മൻമോഹൻ രമ്യയും തിരിച്ചു വരികയാണ്. നാഗമാണിക്യം കണ്ട സന്തോഷത്തിൽ നിൽക്കുന്ന രംഭ മോഹിനിയോട് പെട്ടെന്ന് നാഗമാണിക്യത്തിന്റെ ശക്തി മുഴുവൻ സ്വന്തമാക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി നാഗമാണിക്യത്തിനെ നെറ്റിയിൽ വയ്ക്കുകയാണ്. അപ്പോൾ നാഗമാണിക്യത്തിലെ പ്രകാശം അവിടെ മുഴുവൻ വ്യാപിക്കുകയാണ്. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ നാഗമാണിക്യത്തിലെ പ്രകാശം പോകുന്നു. അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് രംഭയും മൻമോഹനും. നാഗമാണിക്യത്തിലെ ശക്തി എവിടെ പോയി എന്ന് പറഞ്ഞ് ആലോചിച്ച് നാഗമാണിക്യത്തിൽ നോക്കി തന്നെ നിൽക്കുകയാണ് മോഹിനി. അപ്പോൾ അവിടെ പാറു വരുന്നു. പാറു മോഹിനിയോട് നാഗമാണിക്യം തരാമെന്ന്
ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലെ ശക്തി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് അതിലെ ശക്തി ഒരിക്കലും കിട്ടില്ല. കാരണം ആ നാഗമാണിക്യത്തിൽ എന്റെയും ശങ്കറിന്റെയും ഈ ഫാമിലിയുടെയും സ്നേഹത്തിന്റെ കവചമുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് ഒരിക്കലും നാഗമാണിക്യത്തിലെ ശക്തികൾ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ്. പാറു പറഞ്ഞത് കേട്ട് ദേഷ്യം വരുന്ന മോഹിനി ഈ നാഗമാണിക്യത്തിലെ ശക്തി എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ എല്ലാവരും രക്ഷസിനെ എങ്ങനെയെങ്കിലും ഈ പാലസിൽ നിന്ന് പുറത്താക്കാനുള്ള വഴി ആലോചിച്ചിരിക്കുകയാണ്. മറുവശത്ത് ദേഷ്യത്തോടെ മോഹിനി നാഗമാണിക്യവുമായി വരികയാണ്. എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞാണ് മോഹിനി വരുന്നത്. മോഹിനിയുടെ പുറകെ രംഭയും മൻമോഹനും വരുന്നുണ്ട്. അവർ വരുന്ന വഴി ബബ്ലിയെ കാണുന്ന മോഹിനി ബബ്ലിയെ മാന്ത്രിക മുടി ഉപയോഗിച്ച് ഉപദ്രവിക്കുകയാണ്. പേടിച്ച് ബബ്ലി അലറി വിളിച്ച് കരയുകയാണ്. ബബ്ലി കരയുമ്പോൾ ബബ്ലിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് മോഹിനിയുടെ കയ്യിലിരിക്കുന്ന നാഗമാണിക്യത്തിൽ വീഴുകയാണ്. അപ്പോൾ നാഗമാണിക്യത്തിൽ പ്രകാശമുണ്ടാകുന്നത് രംഭ കാണുകയാണ്. ആ കാര്യം രംഭ മോഹിനിയോട് പറയുകയാണ്. അത് കാണുന്ന മോഹിനിക്ക് ഈ കുടുംബത്തിലുള്ളവരുടെ രക്തം കൊണ്ടല്ല, പകരം കണ്ണുനീർ കൊണ്ടാണ് നാഗമാണിക്യത്തിലുള്ള കവചം ഇല്ലാതാക്കുന്നതെന്നും മനസ്സിലാവുകയാണ്. ഈ കാര്യം മനസ്സിലാക്കുന്ന മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം മോഹിനി ബബ്ലിയുമായി എല്ലാവരുടെ മുന്നിലേക്കും വരികയാണ്. ബബ്ലിയെ മോഹിനി മുടി കൊണ്ട് കെട്ടി ഉപദ്രവിക്കുന്നത് കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. മോഹിനിയോട് ദുൽചന്ദും ശങ്കറും പാറുവും എല്ലാവരും ബബ്ലിയെ വെറുതെ വിടാൻ പറയുകയാണ്. ബബ്ലി വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. ബബ്ലി കരയുന്നത് കാണുന്ന പാറു മോഹിനിയുടെ അടുത്ത് പോയിട്ട് മോഹിനിയോട് ബബ്ലിയെ വെറുതെ വിടാൻ പറയുകയാണ്. നീ എന്തിനാണ് നാഗമാണിക്യത്തിൽ കവചം ചെയ്തത്? ആ കവചം മാറ്റാനുള്ള വഴി എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് നാഗമാണിക്യത്തിലുള്ള കവചം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് മോഹിനിയുടെ കയ്യിലിരിക്കുന്ന ഒരു ബൗള് പാറുവിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീര് വീഴുമെന്ന് പറയുകയാണ് മോഹിനി. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാറു ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണുന്ന മോഹിനി പാറുവിനോട് ബബ്ലിയെ വെറുതെ വിടാം, പക്ഷേ അതിന് പകരമായി ഈ പാലസ് വിട്ട് എല്ലാവരും പോകണമെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പാറു മോഹിനിയോട് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകാമെന്നും ബബ്ലി വെറുതെ വിടാനും പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ബബ്ലി വിടണമെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് പോകണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അവരെല്ലാവരും പോകുന്നത് കാണുന്ന മോഹിനി ബബ്ലിയെ വെറുതെ വിടുകയാണ്. ശേഷം ബബ്ലിയെ വിളിച്ചുകൊണ്ട് എല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. പാലസിന്റെ പുറത്തിറങ്ങുന്ന അവരെല്ലാവരും കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ രംഭയുടെ കയ്യിലിരിക്കുന്ന ബൗളിൽ കണ്ണുനീര് നിറഞ്ഞു വരുന്നത് കാണുന്ന രംഭ സന്തോഷത്തോടെ നിൽക്കുകയാണ്. എല്ലാവരും പാലസിന്റെ പുറത്ത് നിൽക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ശങ്കർ എല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം മുത്തശ്ശിക്ക് സുഖമില്ലാതെ ആവുകയാണ്. മുത്തശ്ശിയുടെ അവസ്ഥ കാണുന്ന എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശിക്ക് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പാറു പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. പാറു ഡോറിന്റെ അടുത്ത് വരുമ്പോൾ മൻമോഹനും രംഭയും പാറുവിനെ തടയുകയാണ്. പാറു മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞിട്ടും അവർ രണ്ടുപേരും പാറുവിനെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവിടെ മോഹിനി വരുന്നു. മോഹിനിയുടെ കയ്യിൽ മുത്തശ്ശിക്ക് കൊടുക്കേണ്ട ടാബ്ലറ്റ് ഇരിക്കുകയാണ്. അത് കാണുന്ന പാറു മോഹിനിയോട് മുത്തശ്ശിക്ക് ടാബ്ലറ്റ് വേണമെന്ന് കെഞ്ചി പറയുകയാണ്. ആ മുത്തശ്ശി മരിച്ചാൽ എല്ലാവരും കരയും, അപ്പോൾ എന്റെ ബൗള് നിറയും എന്നൊക്കെ മോഹിനി പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന പാറു അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ മൻമോഹനും രംഭയും പാറുവിനെ തടയുകയാണ്. ദേഷ്യം വരുന്ന പാറു ബഹളം വെക്കുകയാണ്. പാറുവിന്റെ സൗണ്ട് കേൾക്കുന്ന എല്ലാവരും അവിടേക്ക് വരികയാണ്. സൗദാമിനി ലേഖനും മുത്തശ്ശിക്കുള്ള ടാബ്ലറ്റ് തരാൻ പറയുമ്പോൾ മോഹിനി കയ്യിലിരിക്കുന്ന ടാബ്ലറ്റ് എല്ലാം തറയിൽ ഇടുകയാണ്. അത് കണ്ട് അവരെല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ഒരു ടാബ്ലറ്റ് മാത്രം കളയാതെ കയ്യിലെടുക്കുന്ന മോഹിനി പുറത്തേക്ക് പോവുകയാണ്. പാലസിന്റെ പുറത്ത് വരുന്ന മോഹിനിയോട് എല്ലാവരും വിഷമത്തോടെ മുത്തശ്ശിയുടെ മരുന്ന് കൊടുക്കാൻ പറയുകയാണ്. പക്ഷെ ആരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാത്തത് കാണുന്ന രംഭ മോഹിനിയോട് എല്ലാവരും കരയണം, എന്നാൽ മാത്രമേ ഈ ബൗള് നിറയുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി അവരോട് ചില ഗ്രാമങ്ങളിൽ ഞാൻ കയറിൽ പെൺകുട്ടികൾ കയ്യിൽ കമ്പുമായി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ അത് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പാറു കയറിൽ നടക്കണമെന്നും മുത്തശ്ശിക്ക് ടാബ്ലറ്റ് വേണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് മോഹിനി മാന്ത്രിക മുടി കൊണ്ട് അവിടെ മുകളിലായി കയർ പോലെ കെട്ടുകയാണ്. എന്നിട്ട് മുടിയുടെ അവസാനം ടാബ്ലറ്റ് വയ്ക്കുകയാണ്. പാറു ആ മുടിയിൽ ചവിട്ടി വീഴാതെ പോയി ടാബ്ലറ്റ് എടുക്കണം. ടാബ്ലറ്റ് എടുത്താൽ മാത്രമേ മുത്തശ്ശിയെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന പാറു മോഹിനി പറഞ്ഞതുപോലെ ചെയ്യുകയാണ്. എല്ലാവരും പാറുവിനോട് സൂക്ഷിച്ചു പോകണമെന്ന് പറയുകയാണ്. പാറു മഹാദേവനെ വിളിച്ചാണ് പോകുന്നത്. ആരും കരയാതെ നിൽക്കുന്നത് കാണുന്ന മോഹിനി മുടി അനക്കുകയാണ്. മുടി ഷേക്ക് ആകുമ്പോൾ പാറു വീഴുകയും അത് കാണുന്ന എല്ലാവരും അലറി വിളിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പാറു താഴെ വീഴാതെ മുടിയിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. പാറു മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അത് കാണുന്ന മോഹിനി സ്ലൈഡ് എടുത്ത് രംഭയുടെ കയ്യിൽ കൊടുക്കുകയാണ്. രംഭ മോഹിനിയുടെ തലമുടിയിലെ സ്ലൈഡ് കൊണ്ട് കുത്തുമ്പോൾ പാറുവിന്റെ കയ്യിൽ ആ കുത്ത് കിട്ടുകയും പാറുവിന്റെ കൈ വേദനിക്കുകയും ചെയ്യുന്നു. പാറു വേദനിച്ച് കരയുന്നത് കാണുന്ന എല്ലാവരും കരയുകയാണ്. മോഹിനിയും മൻമോഹനും രംഭയും ചിരിച്ചു നിൽക്കുകയാണ്. പാറുവിന്റെ കയ്യിൽ നിന്ന് ചോര വരികയാണ്. ആ സമയം അവിടേക്ക് ശങ്കർ വരുന്നു. പാറുവിന്റെ അവസ്ഥ കണ്ട് ശങ്കർ വിഷമിച്ച് നിൽക്കുമ്പോൾ സൗദാമിനി ശങ്കറിനോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന ശങ്കർ മോഹിനി എന്ന് അലറി വിളിച്ചുകൊണ്ട് മോഹിനിയുടെ അടുത്ത് പോയി മോഹിനിയുടെ മുടി പിടിച്ച് വലിക്കുകയാണ്.
അപ്പോൾ മോഹിനിയുടെ ശ്രദ്ധ മാറുന്നു. ആ സമയം നോക്കി പാറു മുടിയുടെ മുകളിൽ കയറുകയും മുടിയിലൂടെ നടക്കുകയും ചെയ്യുകയാണ്. ശങ്കറിന്റെ കൂട്ടിനായി ബബ്ലിയും മോഹിനിയുടെ മുടി പിടിക്കാൻ പോവുകയാണ്. ബബ്ലി മോഹിനിയുടെ മുടിയെ കുറച്ച് കുറച്ചായി പൊട്ടിച്ച് കളയുകയാണ്. ഈ സമയം പാറു ടാബ്ലറ്റ് എടുക്കുന്നു. താഴെ വീഴുന്ന പാറുവിനെ ശങ്കർ താഴെ വീഴാതെ പിടിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടുന്ന പാറുവും ശങ്കറും കൂടി മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുകയും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന മോഹിനിക്ക് ദേഷ്യം വരികയാണ്. അത് കാണുന്ന രംഭ മോഹിനിയോട് നമുക്ക് അവരെ കൊല്ലാൻ കഴിയില്ല, നമുക്ക് അവരുടെ കണ്ണുനീരാണ് ആവശ്യമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പരസ്പരം ഫുഡ് ഷെയർ ചെയ്താണ് എല്ലാവരും കഴിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പേർ വരുന്നു. അവരുടെ അവസ്ഥ കാണുന്ന അവർ പാലസിലുള്ളവരെ അവരുടെ ഗ്രാമത്തിലേക്ക് വരാൻ ക്ഷണിക്കുകയാണ്. അത് കേൾക്കുന്ന സൗദാമിനി, ഇത് ഞങ്ങളുടെ ഫാമിലി പ്രോബ്ലം ആണ്, ഈ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്യാമെന്നും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയത് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പൂജാരി സൗദാമിനിയോട്, നാളെ പുതിയ കൃഷ്ണ വിഗ്രഹം സ്ഥാപിക്കുന്ന ദിവസമാണ്, നാളെ സൗദാമിനി ഈ ആഭരണങ്ങൾ കൊണ്ടുവന്ന് കൃഷ്ണ വിഗ്രഹത്തിൽ ഇടണമെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആഭരണങ്ങൾ കാണുന്ന സൗദാമിനി, ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സ്ഥലമില്ലാത്ത ഞങ്ങൾ എന്താണ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന പാറു, ദൈവിക കാര്യമല്ലേ, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് നാളെ ക്ഷേത്രത്തിൽ എത്തിക്കാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പൂജാരി സന്തോഷത്തോടെ സൗദാമിനിയുടെ കയ്യിൽ ആഭരണങ്ങൾ കൊടുത്തിട്ട് അവിടെ നിന്ന് അവരെല്ലാവരും പോവുകയാണ്. ഇതെല്ലാം പാലസിൽ നിൽക്കുന്ന മോഹിനി, രംഭയും മൻമോഹനും കാണുകയാണ്. മോഹിനി രംഭയോട് അവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള ഈ സന്തോഷം ഉടൻ തന്നെ കരച്ചിലായി മാറുമെന്നും പറയുകയാണ്. അടുത്ത സീനിൽ എല്ലാവരും ഉറങ്ങുകയാണ്. കുറച്ചുപേർ ഇരുന്നും കുറച്ചുപേർ കിടന്നുമൊക്കെയാണ് ഉറങ്ങുന്നത്. എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുന്നത് കാണുന്ന പാറു കുറച്ച് തടി കഷ്ണങ്ങൾ കൊണ്ടുവന്ന് തീയിടാൻ നോക്കുമ്പോൾ ശങ്കർ പാറുവിനെ സഹായിക്കുകയാണ്. തീ കത്തിച്ചതിന് ശേഷം ഉറങ്ങാതെ രണ്ടുപേരും ഇരിക്കുകയാണ്. ഈ സമയം മോഹിനി പാറു ശങ്കർ ഉറങ്ങാതിരിക്കുന്നത് കാണുകയാണ്. പാറു ശങ്കർ ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് നടക്കില്ല എന്ന് രംഭ പറയുന്നത് കേൾക്കുന്ന മോഹിനി ഒരു മാന്ത്രിക വള കയ്യിൽ എടുക്കുകയാണ്. ശേഷം സീമ വിശപ്പ് കാരണം എഴുന്നേൽക്കുകയാണ്. പാലസിന്റെ അകത്ത് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് സീമ പാലസിന്റെ അകത്തേക്ക് പോകുമ്പോൾ സീമയുടെ മുന്നിൽ മോഹിനി വരുന്നു. മോഹിനി കണ്ട് പേടിച്ച് സീമ നിൽക്കുന്നത് കാണുന്ന മോഹിനി സീമയോട് വയറ് നിറച്ച് കഴിക്കാൻ ഫുഡ് തരാമെന്നും നമ്മൾ തമ്മിൽ ഒരു പ്രോബ്ലവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സീമയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് നിർബന്ധിച്ച് സീമയെ മോഹിനി അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ശങ്കറും പാറുവും ഉറങ്ങുകയും ആ സമയം അവിടെ സീമ വരികയും ചെയ്യുന്നു. സീമയുടെ കയ്യിൽ നേരത്തെ മോഹിനിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന വള കിടക്കുകയാണ്. ആ വള ഇട്ടതുകൊണ്ട് സീമ മോഹിനിയുടെ കൺട്രോളിലാണ്. സീമ ആഭരണങ്ങൾ ഇരിക്കുന്ന തട്ടം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പാറു എഴുന്നേൽക്കുകയാണ്. കാരണം പാറു തട്ടത്തിൽ കയറുകൊണ്ട് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കയറിന്റെ മറ്റേ അറ്റം പാറു കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പാറു സീമയുടെ അടുത്ത് പോയിട്ട് സീമയോട് ഈ തട്ടം എടുത്തുകൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. സീമ ഒന്നും പറയാതെ നിൽക്കുകയാണ്. എത്ര ആവർത്തിച്ച് ചോദിച്ചിട്ടും സീമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഡൗട്ട് തോന്നുന്ന പാറു സീമയുടെ കയ്യിൽ പിടിക്കുമ്പോൾ സീമയുടെ കയ്യിൽ കിടന്ന മാന്ത്രിക വള താഴെ വീഴുകയും സീമ സ്വബോധത്തിലാവുകയും ചെയ്യുകയാണ്. സീമയോട് പാറു കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അപ്പോൾ പാറുവിന് ഇതെല്ലാം മോഹിനിയുടെ പ്ലാൻ ആണെന്ന് മനസ്സിലാവുകയാണ്. പാറു സീമയുടെ കയ്യിൽ നിന്നും തട്ടത്തിനെ വാങ്ങിയിട്ട് പാറു ആഭരണങ്ങൾ സൂക്ഷിക്കാമെന്ന് സീമയോട് ഉറങ്ങാനും പറയുകയാണ്. അത് കേൾക്കുന്ന സീമ പോയി കിടന്ന് ഉറങ്ങുകയാണ്. പാറു ഉറങ്ങാതെ ഇരിക്കുകയാണ്. ശേഷം നേരം വെളുക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുകയാണ്. ശങ്കറിന് പാറു ഉറങ്ങിയില്ല എന്ന് മനസ്സിലാവുകയാണ്. പാറു രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുകയാണ്. അടുത്ത സീനിൽ എല്ലാവരും ക്ഷേത്രത്തിൽ വരികയാണ്. പൂജാരി അവരോട് കൃഷ്ണ വിഗ്രഹത്തിൽ അഭിഷേകം നടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം അകത്തേക്ക് കൊണ്ടുപോകാം, അവിടെ വെച്ചിരുന്നാൽ മതി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൗദാമിനി അവിടെ ആഭരണങ്ങൾ വെക്കുകയാണ്. അപ്പോൾ അതുപോലെ കൃഷ്ണന് വേണ്ടി സമ്മാനങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും അവിടെ വെക്കുകയാണ്. ശേഷം എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ആ സമയം അവിടെ വേഷം മാറി രംഭയും മോഹിനിയും വരുന്നു. മോഹിനി തട്ടം എടുക്കാൻ ശ്രമിക്കുമ്പോൾ പാറു അത് കാണുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുന്നത് കാണുന്ന പാറു മോഹിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മോഹിനിയെ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മോഹിനി പാറുവിനോട്, നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട, ഒരിക്കലും നീ ജയിക്കില്ല, ഇന്ന് എല്ലാവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, നീ അകത്തേക്ക് പോയി നോക്കെന്ന് പറയുന്നത് കേൾക്കുന്ന പാറു പേടിച്ച് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോവുകയാണ്. ഈ സമയം സൗദാമിനി കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ആഭരണങ്ങൾ ഇടാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ആഭരണങ്ങളും പൊട്ടിപ്പോവുകയാണ്. അത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എല്ലാവർക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളാണെന്ന് മനസ്സിലാവുകയാണ്. ഇതെല്ലാം കാണുന്ന പാറുവിന് മോഹിനിയുടെ പ്ലാൻ ആണെന്ന് മനസ്സിലാവുകയാണ്. മോഹിനി നന്ദയുടെ അത്യാഗ്രഹം മനസ്സിലാക്കി നന്ദയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ കൊടുത്ത് നന്ദയെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇതെല്ലാം. ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും സൗദാമിനിയെ കുറ്റപ്പെടുത്തുകയാണ്. സൗദാമിനി മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. അതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് രംഭയും മോഹിനിയും. ക്ഷേത്രത്തിലുള്ളവർ സൗദാമിനിയുടെ ബാഗ് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ സൗദാമിനി കയ്യിലുള്ള പേഴ്സ് തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിൽ ഒറിജിനൽ ഗോൾഡ് ഇരിക്കുന്നത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം അവിടെ ക്ഷേത്രത്തിലുള്ളവർ അറിയിച്ച് പോലീസ് വരുന്നു. പോലീസ്
ഗൗതമിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ശങ്കറും പാറുവും കുറ്റം സമ്മതിക്കുകയാണ്. അപ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. പോലീസ് സ്റ്റേഷന്റെ അകത്ത് ശങ്കറും പാറുവും വിഷമിച്ച് നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരില്ലാത്തത് കൊണ്ട് മോഹിനി വീട്ടുകാർ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണ് ശങ്കർ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന പാറു കൃഷ്ണനോട്, ഭക്തരായ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കേണ്ടതിന് പകരം ശിക്ഷിക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ദേഷ്യത്തോട് ചോദിക്കുകയാണ് പാറു. ഈ സമയം പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടാവുകയാണ്. അപ്പോൾ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി പുറത്തേക്ക് വരികയാണ്. ശേഷം പോലീസ് സ്റ്റേഷന്റെ പുറത്തിരുന്ന് ഒരു കുട്ടി ഓടക്കുഴൽ വായിക്കുകയാണ്. ആ സമയം പോലീസ് സ്റ്റേഷന്റെ അകത്തുള്ള എല്ലാ പോലീസുകാരും ഉറങ്ങുകയും ശങ്കറിനെയും പാറുവിനെയും പൂട്ടിയിട്ടിരിക്കുന്ന സെല്ലിന്റെ ലോക്ക് ഓപ്പൺ ആവുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കാണുന്ന ശങ്കറിനും പാറുവിനും അത്ഭുതം തോന്നുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തു വരുന്ന അവർ ഒരു കുട്ടി ഓടക്കുഴൽ വായിച്ചിരിക്കുന്നത് കാണുകയാണ്. പാറുവിനെ ശങ്കറിനെ കാണുന്ന ആ കുട്ടി ഞാൻ ഗോവിന്ദനാണെന്നും അടുത്തുള്ള കാളവണ്ടി ചൂണ്ടിക്കാണിച്ചിട്ട് അത് എന്റെ അച്ഛന്റെ വണ്ടിയാണെന്നും നിങ്ങളെ ഞാൻ വീട്ടിലെത്തിക്കാമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അവർ ഗോവിന്ദന്റെ കൂടെ പോവുകയാണ്. മറുവശത്ത് പാലസിലുള്ളവർ പാറുവിന്റെയും ശങ്കറിന്റെയും കാര്യങ്ങൾ ഓർമ്മിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ശങ്കറും പാറുവും വരുന്നു. ശങ്കറിനെയും പാറുവിനെയും കാണുന്ന അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശങ്കറിനെയും പാറുവിനെയും അവിടെ കാണുന്ന മോഹിനി അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് പേരെയും കൊണ്ട് പൂജാരി അവിടേക്ക് വരുന്നു. പൂജാരിയും ആളുകളും അവരുടെ ഭഗവാന്റെ ആഭരണം എവിടെയെന്ന് ചോദിക്കുകയാണ്. ആഭരണം കിട്ടാതെ അവർ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. അവരെല്ലാവരും ആഭരണത്തിന്റെ കാര്യം പറഞ്ഞു നിൽക്കുന്ന സമയം അവിടെ ഗോവിന്ദ് വരുന്നു. ഗോവിന്ദിനെ കാണുന്ന പാറു ഗോവിന്ദനോട് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം ശരിയല്ല, അവിടെ നിന്ന് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ഗോവിന്ദ് ഏത് ആഭരണത്തിന്റെ കാര്യമാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന കുറച്ചു പേർ ഭഗവാന്റെ ആഭരണങ്ങളുടെ ഡീറ്റെയിൽസ് ഗോവിന്ദന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന ഗോവിന്ദ് കൈ മോഹിനിയുടെ നേരെ കാണിച്ചിട്ട് ശക്തി പ്രയോഗിക്കുകയാണ്. എന്നിട്ട് ആ ആന്റിയുടെ കയ്യിൽ കിടക്കുന്ന വളയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും മോഹിനിയെ നോക്കുകയാണ്. മോഹിനി ഡൗട്ട് കാരണം മോഹിനിയുടെ കയ്യിൽ നോക്കുമ്പോൾ മോഹിനിയുടെ കയ്യിൽ വള കിടക്കുന്നത് കാണുന്ന മോഹിനി ഞെട്ടി നിൽക്കുകയാണ്. മോഹിനിയുടെ കയ്യിൽ വള കിടക്കുന്നത് കാണുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും മോഹിനിയെ നോക്കി മോഹിനിയാണ് മോഷ്ടിച്ചതെന്ന് പറയുകയാണ്. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാനിതൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് മോഹിനി. അത് കേൾക്കുന്ന ഗോവിന്ദ് മോഹിനിയുടെ നേരെ കൈ കാണിച്ചിട്ട് ശക്തി പ്രയോഗിക്കുകയാണ്. എന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന മാലയും സ്വർണത്തിലുള്ളതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും മോഹിനിയെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. എല്ലാവരും മോഹിനിയെ നോക്കുന്നത് കാണുന്ന മോഹിനി കഴുത്തിൽ തൊട്ട് നോക്കുമ്പോൾ കഴുത്തിൽ മാല കിടക്കുന്നത് കാണുന്ന മോഹിനി അതിശയത്തോടെ നിൽക്കുകയാണ്. എല്ലാവരും മോഹിനിയെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്നത് കാണുന്ന മോഹിനി എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ ആഭരണങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും മോഹിനിയെ ഉപദ്രവിക്കാൻ വേണ്ടി കൈകളിൽ വെച്ചിരിക്കുന്ന കമ്പുകളുമായി അടുത്ത് വരുന്നത് കാണുന്ന രമ്യയും മൻമോഹനും പേടിച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന മോഹിനി അവിടെ നിൽക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശക്തി പ്രയോഗിക്കുകയാണ്. അത് കാണുന്ന ഗോവിന്ദ് ശക്തി പ്രയോഗിച്ച് മോഹിനിയുടെ ശക്തിയെ പൂക്കളാക്കുകയാണ്. പൂക്കൾ എല്ലാവരുടെ പുറത്തേക്ക് മഴ പെയ്യുന്നത് പോലെ വീഴുകയാണ്. അത് കാണുന്ന മോഹിനി എനിക്ക് ശക്തി പ്രയോഗിക്കാൻ കഴിയാത്തത് എന്താണെന്ന് പറഞ്ഞ് ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. മോഹിനിയെ നോക്കി ചിരിച്ചു നിൽക്കുകയാണ് ഗോവിന്ദ്. എല്ലാവരും മോഹിനിയെ ഉപദ്രവിക്കാൻ വരുന്നത് കാണുന്ന മൻമോഹൻ അവരെ അടിക്കാൻ വേണ്ടി കൈ പൊക്കുന്നതും ഗോവിന്ദ് ഓടക്കുഴലിന്റെ ശക്തി പ്രയോഗിക്കുന്നു. അപ്പോൾ മൻമോഹൻ കൺട്രോൾ ഇല്ലാതെ ഡാൻസ് ചെയ്യുകയാണ്. മൻമോഹൻ ഡാൻസ് ചെയ്യുന്നത് കണ്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ശങ്കറും പാറുവും അതിശയത്തോടെ നിൽക്കുകയാണ്. മോഹിനിയും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ആളുകൾ മോഹിനിയോട് ഡാൻസ് എല്ലാം പിന്നെ ചെയ്യാം, ആദ്യം അവരുടെ ആഭരണങ്ങൾ കൊടുക്കാൻ പറഞ്ഞ് എല്ലാവരും മോഹിനിയുടെ ചുറ്റും നിൽക്കുകയാണ്. ആ സമയം മോഹിനിയുടെ അടുത്ത് പാറു വരുന്നു. പാറു മോഹിനിയോട് ഈ നിൽക്കുന്ന ജനങ്ങളുടെ ദേഷ്യം നിനക്കറിയാം, അവരുടെ ഇടയിൽ നിന്ന് എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നു മുതൽ ഞാനും എന്റെ ഫാമിലിയും പാലസിന്റെ അകത്ത് തന്നെ താമസിക്കും, നീ അവരെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറയുകയാണ് പാറു. ഈ സമയം ചുറ്റും നിൽക്കുന്നവർ പാറുവിനോട് മാറി നിൽക്കാൻ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന മോഹിനി പാറുവിന്റെ കണ്ടീഷൻ സമ്മതിച്ചു എന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പാറു പറയുന്നത് കേൾക്കുന്ന നാട്ടുകാരും പൂജാരിയും അവിടെ നിന്ന് പോവുകയാണ്. ശേഷം എല്ലാവരും പാലസിന്റെ അകത്തേക്ക് കയറുകയാണ്. മോഹിനി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എല്ലാവരും പോയതിനു ശേഷം പാറു ഗോവിന്ദനോട് അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് 2 അമ്മമാരുണ്ടെന്നും ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത്, ഓർമ്മിച്ചാൽ മതി, ഞാൻ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും കഴിക്കാൻ വെണ്ണയാണ് ഇഷ്ടമെന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന പാറുവിന് സന്തോഷം തോന്നുകയാണ്. പാറു ശങ്കറിനോട് ഗോവിന്ദിന് ശരിക്കും ഭഗവാൻ കൃഷ്ണന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം ഗോവിന്ദനെ നോക്കുമ്പോൾ അവിടെ ഗോവിന്ദനെ കാണാത്തത് കാണുന്ന പാറു വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന ശങ്കർ കൊച്ചുകുട്ടിയല്ലേ, അവൻ ഒരിടത്ത് തന്നെ നിൽക്കില്ല എന്ന് പറഞ്ഞ് പാറുവിനെ സമാധാനിപ്പിച്ചിട്ട് അവർ രണ്ടുപേരും പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. അവർ പോകുന്നത് നോക്കി ഓടക്കുഴൽ വായിച്ച് മാറി നിൽക്കുകയാണ് ഗോവിന്ദ്. പാലസിന്റെ അകത്ത് കയറുന്ന ശങ്കറിന്റെ ഫാമിലി
സീമയോട് മോഹിനി ഇവിടെ താമസിക്കണമെങ്കിൽ ഈ പാലസിലുള്ള എല്ലാ ജോലിയും ചെയ്ത് ജോലിക്കാരെ പോലെ നിൽക്കണമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന സീമ മോഹിനിയുടെ അടുത്ത് പോയിട്ട് മോഹിനിയോട് നാട്ടുകാരുടെ ഇടയിൽ നിന്നും രക്ഷസിന്റെ ജീവൻ രക്ഷിച്ചത് ഞങ്ങളാണെന്ന് മറന്നുപോയോ? ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് ജോലിക്കാരെ പോലെ തോന്നുന്നുണ്ടോ? ഇനി ഞങ്ങളുടെ മേൽ അധികാരം കാണിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് സീമ പോകുമ്പോൾ മോഹിനി ശക്തി പ്രയോഗിച്ച് സീമയെ തള്ളിയിടുകയാണ്. സീമയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന എല്ലാവരെയും മോഹിനി തള്ളിയിട്ട് ഉപദ്രവിക്കുകയാണ്. വേദന കൊണ്ട് എല്ലാവരും കരയുകയാണ്. അത് കാണുന്ന മോഹിനി അവരോട് നാളെ മോഹിനിക്ക് 200 വയസ്സ് തികയുകയാണെന്നും മോഹിനി ഒരു വലിയ ഫംഗ്ഷൻ നടത്തുന്നുണ്ടെന്നും മോഹിനിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുമെന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. ഈ സമയം അവിടെ വരുന്ന പാറുവും ശങ്കറും എല്ലാവരും തറയിൽ വീണ് കിടക്കുന്നത് കാണുകയാണ്. അവർ രണ്ടുപേരും ഓടി അകത്തേക്ക് വന്ന് എല്ലാവരെയും എഴുന്നേൽപ്പിക്കുകയാണ്. ദേഷ്യം വരുന്ന പാറു മോഹിനിയുടെ അടുത്ത് പോയിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞങ്ങളാണെന്ന് മറന്നുപോയി എന്ന് പറയുകയാണ്. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ കഴിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ രക്ഷസാണ്. എന്നെ മനുഷ്യർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മോഹിനി ശക്തി പ്രയോഗിച്ച് അവരെ വീണ്ടും തള്ളിയിടുകയാണ്. പാറു എല്ലാവരെയും എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന മോഹിനി അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കാണുന്ന സൗദാമിനിക്ക് ചില ഡൗട്ടുകൾ തോന്നുകയാണ്. മോഹിനി ഒരു രക്ഷസാണ്. മോഹിനിക്ക് നമ്മളെ എല്ലാവരെയും ഒരു നിമിഷം കൊണ്ട് തന്നെ കൊല്ലാൻ കഴിയും. പിന്നെ എന്തിനാണ് മോഹിനി ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. നാഗമാണിക്യത്തിന് ശക്തികൾ കിട്ടാൻ നമ്മുടെ കണ്ണുനീര് വേണം. നമ്മുടെ കണ്ണുനീർ കൊണ്ട് നാഗമാണിക്യത്തിന് ശക്തികൾ കിട്ടുകയും മോഹിനിക്ക് നാഗമാണിക്യം സ്വന്തമാവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു തുള്ളി കണ്ണുനീർ കൂടി കിട്ടിയാൽ മോഹിനിക്ക് നാഗമാണിക്യം സ്വന്തമാകും. അതുകൊണ്ട് നമ്മളാരും ഇനി കരയാൻ പാടില്ല. മോഹിനി ജയിക്കാൻ പാടില്ല. മോഹിനിക്ക് നാഗമാണിക്യം കിട്ടിയാൽ പിന്നെ രക്ഷസായ മോഹിനി ജയിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണമെന്ന് ശങ്കർ പറയുമ്പോൾ എല്ലാവരും ശങ്കറിന്റെയും പാറുവിന്റെയും കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ്. മറുവശത്ത് ഒരു തുള്ളി കണ്ണുനീർ കൂടി കിട്ടിയാൽ ആ ബൗൾ നിറയുകയും നാഗമാണിക്യത്തിലുള്ള പവേഴ്സ് എല്ലാം സ്വന്തമാകുമെന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. മോഹിനി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന രമ്യയും മൻമോഹനും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുകയാണ് സീമയും സൗദാമിനിയും ബബ്ലിയും. ബാക്കി എല്ലാവരും പാലസ് വൃത്തിയാക്കുകയാണ്. മറുവശത്ത് മോഹിനി കണ്ണുനീർ ഇരിക്കുന്ന ബൗളിനെ ഒരു മാന്ത്രിക വലയത്തിന്റെ അകത്താക്കുകയാണ്. ശേഷം മോഹിനി എല്ലാവരും ജോലി ചെയ്യുന്നത് കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം പാറു ശങ്കറിനോട് മോഹിനിയുടെ കയ്യിലിരിക്കുന്ന ആ ബൗൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ മോഹിനിയുടെ റൂമിലും പാറു രംഭയുടെ റൂമിലും പോയി നോക്കുകയാണ്. തുടർന്ന് അവിടെ നിന്ന് രണ്ടുപേർക്കും ബൗളൊന്നും കിട്ടുന്നില്ല. ഈ സമയം എല്ലാവരും ജോലി ചെയ്യുന്നത് കാണാൻ വരുന്ന മോഹിനി എല്ലാവരും സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതാണ് കാണുന്നത്. ആരെങ്കിലും ഇത്രയും സന്തോഷത്തോടെ ജോലി ചെയ്യുമോ ചേച്ചി എന്ന് രംഭ ചോദിക്കുമ്പോൾ മോഹിനി ശക്തി പ്രയോഗിച്ച് അവിടെ ഒരു വലിയ കാറ്റുണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം വൃത്തികേടാവുകയാണ്. കാറ്റെല്ലാം മാറുമ്പോൾ അവിടെയെല്ലാം വൃത്തിയില്ലാതെ കിടക്കുന്നത് കാണുന്ന എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ കരയുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് മോഹിനിയും മൻമോഹനും. ആ സമയം മുത്തശ്ശിയും എല്ലാവരും ചിരിക്കുകയാണ്. നമ്മുടെ ജോലിയാണ് ഇതെല്ലാം, നമ്മൾ തന്നെ വൃത്തിയാക്കണം, ഇതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ജോലി ചെയ്യുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. മറുവശത്ത് ഗോവിന്ദ് ഓടക്കുഴൽ വായിക്കുന്ന സൗണ്ട് കേൾക്കുന്ന രംഭ ഗോവിന്ദിന്റെ അടുത്ത് പോവുകയാണ്. രംഭയെ കാണുന്ന ഗോവിന്ദ് പാറു ചേച്ചി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ പാറു ചേച്ചി ഒന്നും ഇല്ല, ഇനി നീ ഇവിടെ നിന്നാൽ അടി വാങ്ങിക്കും, പൊയ്ക്കോ എന്ന് പറഞ്ഞ് രംഭ ഗോവിന്ദനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ രംഭയ്ക്ക് പിടികൊടുക്കാതെ ഗോവിന്ദ് ഓടുകയാണ്. അവസാനം രംഭ ഗോവിന്ദനെ പിടിക്കുകയാണ്. അപ്പോൾ രംഭയുടെ കൈ പൊള്ളുകയും രംഭ അലറി വിളിക്കുകയും ചെയ്യുകയാണ്. അത് കാണുന്ന ഗോവിന്ദ് അകത്തേക്ക് കയറി പോകുന്നു. പാലസിന്റെ അകത്ത് കയറുന്ന ഗോവിന്ദ് മോഹിനിയെ കാണുമ്പോൾ ആന്റി എന്ന് വിളിക്കുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ഗോവിന്ദിന്റെ അടുത്ത് പോയിട്ട് ഗോവിന്ദനോട് എന്നെ ആന്റി എന്ന് വിളിക്കരുത്, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് മോഹിനി അവിടെ നിന്ന് പോവുകയാണ്. മോഹിനി പോകുന്നത് കാണുന്ന ഗോവിന്ദ് ഓടക്കുഴൽ വായിക്കുകയാണ്. ഗോവിന്ദ് ഓടക്കുഴൽ വായിക്കുന്നത് കേട്ട് സന്തോഷത്തോടെ എല്ലാവരും ജോലികൾ ചെയ്യുകയാണ്. അടുത്ത സീനിൽ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ നാഗമണിക്ക് എടുക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് പാറുവും ശങ്കറും. ആ സമയം അവിടേക്ക് മോഹിനി ക്ഷണിച്ച രക്ഷസുകൾ വരികയാണ്. അവരെ കണ്ട് ശങ്കറിന്റെ ഫാമിലി മുഴുവൻ പേടിച്ച് നിൽക്കുകയാണ്. ഫ്രണ്ട്സിനെ കണ്ട സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. അവരെല്ലാവരും മോഹിനിയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് പുകഴ്ത്തി ഓരോന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. അതിലൊരു രക്ഷസിന് മോഹിനിയോട് ഇഷ്ടമില്ലാതെ മാറി നിൽക്കുകയാണ്. ഈ സമയം പാറുവിന്റെ അടുത്ത് വരുന്ന ഗോവിന്ദ് പാറുവിനോട് വെണ്ണ കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ പാറു ഗോവിന്ദിന് വേണ്ടി വെണ്ണ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ മോഹിനിയോട് ഇഷ്ടമില്ലാതെ മാറി നിൽക്കുന്ന രക്ഷസ് മോഹിനിയുടെ അടുത്ത് പോയിട്ട് മോഹിനിയെ കുറിച്ച് കുറ്റങ്ങൾ പറയുകയാണ്. മോഹിനി സുന്ദരി ഒന്നുമല്ല, മോഹിനി ഉടൻ തന്നെ വയസ്സാകും, ആരും മോഹിനിയെ നോക്കി സുന്ദരി എന്ന് പറയരുതെന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന മോഹിനി ആ രക്ഷസിന്റെ കഴുത്തിൽ മാന്ത്രിക മുടി കൊണ്ട് പിടിക്കുകയാണ്. കഴുത്ത് വേദനിച്ച് ബുദ്ധിമുട്ടുകയാണ് ആ രക്ഷസ്. അത് കാണുന്ന മറ്റു രക്ഷസുകൾ മോഹിനിയോട് ഈ രക്ഷസ് ഇപ്പോൾ രക്ഷസ് ആയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ മോഹിനിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന മോഹിനി ആ രക്ഷസിനെ വെറുതെ വിടുകയാണ്. എന്നിട്ട് രക്ഷസിനോട് മോഹിനി സ്വന്തം നില മറക്കരുത്, നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നീ എപ്പോഴും
എപ്പോഴും ഓർമ്മിക്കണം എന്ന് പറയുകയാണ്. അത് കേട്ട് ചുറ്റും നിൽക്കുന്ന രക്ഷസുകൾ പുതിയ രക്ഷസിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് കാണുന്ന രക്ഷസ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കാണുന്ന ശങ്കറിനും പാർവിനും ഒരു പ്ലാൻ തോന്നുകയാണ്. ഈ സമയം രക്ഷസുകൾ മോഹിനിയോട് നാഗമണിക്ക് എവിടെ, നാഗമണിക്ക് കാണാനാണ് ഞങ്ങൾ എല്ലാവരും വന്നതെന്ന് പറയുകയാണ്. ഈ സമയം പാർവും ശങ്കറും കൂടി ജ്യൂസുമായി നിൽക്കുകയാണ്. എന്നിട്ട് ശങ്കർ ജ്യൂസ് എടുത്തുകൊണ്ട് വിഷമിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന രക്ഷസിന്റെ അടുത്ത് പോവുകയാണ്. ശങ്കർ രക്ഷസിന് ജ്യൂസ് കൊടുക്കുന്നു. ജ്യൂസ് എടുക്കുന്ന രക്ഷസിനോട് ശങ്കർ, നിങ്ങളെ പോലെ ശക്തിശാലിയായ സുന്ദരിയായ രക്ഷസിന് കിട്ടേണ്ട അംഗീകാരം വേറൊരാൾക്ക് കിട്ടുമ്പോൾ വിഷമം തോന്നാറുള്ളത് സ്വാഭാവികമാണ്. മോഹിനി എല്ലാവരെയും പറ്റിക്കുകയാണ്. നാഗമണിക്യമൊന്നും അവരുടെ കയ്യിൽ ഇല്ല. നാഗമണിക്ക് കാണിച്ചു തരാൻ അവരോട് പറഞ്ഞാൽ മതി, സത്യം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറയുന്നത് കേൾക്കുന്ന ആ രക്ഷസ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം മോഹിനി എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി നാഗമണിക്കം കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് അവരോട്, എന്റെ കയ്യിലിരിക്കുന്ന ബൗളിൽ കണ്ണുനീര് നിറഞ്ഞാൽ നാഗമണിക്കം എന്റെ സ്വന്തമാകും, അതിന് ഇനി ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞ് മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ചുറ്റും നിൽക്കുന്ന രക്ഷസുകളും നാഗമണിക്കത്തെ നേരിട്ട് കണ്ട അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന പുതിയ രക്ഷസ് കയ്യിലിരിക്കുന്ന ജ്യൂസ് മോഹിനിയുടെ കയ്യിലിരിക്കുന്ന നാഗമാണിക്യത്തിന്റെ പുറത്തേക്ക് ഒഴിക്കുന്നു. അപ്പോൾ നാഗമാണിക്യത്തിനുണ്ടായിരുന്ന തിളക്കം പോകുന്നു. അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനിയുടെ അടുത്ത് പോകുന്ന പുതിയ രക്ഷസ് ഏതെങ്കിലും ഒരു ഡയമണ്ട് കൊണ്ടുവന്ന് അത് നാഗമണിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിഡ്ഢികളാക്കാൻ നോക്കുകയാണ് മോഹിനി. ഈ നാഗമണിക്യത്തിന് തിളക്കമൊന്നുമില്ല. അതുമല്ല, മോഹിനി പറയുന്ന ആ ബൗള് നമ്മളെ ആരെയും കാണിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെയാണ് ഇത് നാഗമണിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന ഗോവിന്ദ് മോഹിനിയോട്, ആന്റി ഈ ബൗളിനെ കുറിച്ചാണോ ചോദിക്കുന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. മോഹിനിയുടെ കണ്ണിൽ ഗോവിന്ദിന്റെ കയ്യിലിരിക്കുന്നത് കണ്ണുനീര് നിറഞ്ഞ ബൗളാണ്. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ ഗോവിന്ദിന്റെ കയ്യിലിരിക്കുന്നത് വെണ്ണ കഴിക്കുന്ന ബൗളാണ്. ദേഷ്യം വരുന്ന മോഹിനി ഗോവിന്ദിന്റെ അടുത്ത് പോയിട്ട്, നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദന്റെ അടുത്ത് പോയി മോഹിനി നോക്കുമ്പോൾ ഗോവിന്ദന്റെ വെണ്ണയുടെ സ്മെല്ല് അടിക്കുകയാണ് മോഹിനിക്ക്. അപ്പോൾ മോഹിനിക്ക് അത് മോഹിനിയുടെ ബൗളല്ല എന്ന് മനസ്സിലാവുകയാണ്. ഇതെല്ലാം കാണുന്ന പുതിയ രക്ഷസ് നാഗമാണിക്യവും ബൗൾ എന്ന് പറയുന്നതൊന്നും വെറുതെയാണ്, മോഹിനി പറയുന്നതൊന്നും ആരും വിശ്വസിക്കരുതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. ശങ്കറും പാർവും കൂടി അവരുടെ പുറകെ പോകുന്നു. മോഹിനി ഷെൽഫിന്റെ അകത്തുള്ള മാജിക്കൽ റൂം ഒരു മാജിക്കൽ കീ കൊണ്ട് തുറക്കുകയും അതിന്റെ അകത്തേക്ക് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം മറിഞ്ഞു നിന്ന് ശങ്കറും പാർവും കാണുകയാണ്. ബൗള് കാണിച്ചു കൊടുത്തതിന് ശേഷം മോഹിനി എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആ റൂമിന് പുറത്ത് വരികയും റൂം ശക്തി പ്രയോഗിച്ച് മറച്ചു വെക്കുകയും കീ മോഹിനി എടുക്കുകയും ചെയ്യുകയാണ്. ശേഷം എല്ലാവരും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഒരാളുടെ കണ്ണുനീര് കൂടി കിട്ടിയാൽ നാഗമണിക്യം സ്വന്തമാകുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. എന്നിട്ട് മോഹിനി ശങ്കറിന്റെ ഫാമിലിയെ ടോർച്ചർ ചെയ്യുകയാണ്. മുത്തശ്ശിയെ കൊണ്ട് തറയിൽ വീണ് പൊട്ടിയ ജ്യൂസിന്റെ ഗ്ലാസ് വൃത്തിയാക്കാൻ പറയുകയും സീമയോടും സൗദാമിനിയോടും ബബ്ലിയോടും ഡാൻസ് ചെയ്യാൻ പറഞ്ഞും അവരെ വിഷമിപ്പിക്കുകയാണ്. പക്ഷെ അവരെ ആരും വിഷമിക്കാതെ മോഹിനി പറയുന്നതെല്ലാം അനുസരിക്കുകയാണ്. ഈ സമയം അവിടെ വരുന്ന ഗോവിന്ദ് ഓടക്കുഴൽ വായിക്കുകയാണ്. ഓടക്കുഴലിന്റെ സൗണ്ട് കേട്ട് മോഹിനിക്കും മറ്റു രക്ഷസുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അവരെല്ലാവരും ചെവി അടച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയം മോഹിനിയുടെ അടുത്ത് വരുന്ന പാർവും ശങ്കറും കൂടി മോഹിനിയുടെ കയ്യിലുണ്ടായിരുന്ന മാജിക്കൽ റൂമിന്റെ താക്കോൽ എടുക്കുകയാണ്. താക്കോൽ കിട്ടുന്ന ശങ്കർ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ ഗോവിന്ദ് ഓടക്കുഴൽ വായിക്കുന്നത് നിർത്തുകയാണ്. ആ സമയം മോഹിനി ദേഷ്യത്തോടെ ഗോവിന്ദിന്റെ അടുത്ത് പോവുകയാണ്. അത് കാണുന്ന പാറു ഗോവിന്ദിന്റെ അടുത്ത് പോയിട്ട് മോഹിനിയോട്, തോൽവി സമ്മതിക്കുന്നതിന് പകരം ഒരു കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കുകയാണോ മോഹിനി തോറ്റു, ഞങ്ങളുടെ ആരുടെ കണ്ണുനീര് മോഹിനിക്ക് കിട്ടിയില്ല എന്ന് പറയുകയാണ് പാറു. തോൽവി സമ്മതിക്കാൻ ഗെയിം തീർന്നിട്ടില്ല, ഗെയിം ഇപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. പേടി കൊണ്ടും വേദന കൊണ്ടും ഇവിടെയുള്ള എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമെന്ന് പറഞ്ഞിട്ട് മോഹിനി ശക്തി പ്രയോഗിച്ച് എല്ലാവരെയും പേടിപ്പിക്കുകയാണ്. ഈ സമയം മോഹിനിയുടെ റൂമിൽ താക്കോലുമായി ശങ്കർ വരികയാണ്. ശങ്കർ ഷെൽഫ് തുറക്കാൻ നോക്കുന്ന സമയം അവിടെ പുതിയ രക്ഷസ് വരുന്നു. രക്ഷസ് ശങ്കറിനോട്, ഈ ലോകത്ത് എന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമാണ്. മോഹിനിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിനുശേഷം നമ്മൾ രണ്ടുപേരും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് ശങ്കർ സമ്മതമില്ലാതെയും ഇഷ്ടമില്ലാതെയും നിൽക്കുന്നത് കാണുന്ന രക്ഷസ് ശങ്കറിനോട്, നോ എന്ന് പറഞ്ഞ് കേട്ട് എനിക്ക് ശീലമില്ല, യെസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ മോഹിനിയോട് എല്ലാ കാര്യവും പറയുമെന്ന് രക്ഷസ് പറയുന്നത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ് ശങ്കർ. മറുവശത്ത് പാറു എല്ലാവരെയും രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഗോവിന്ദിനെ കാണാത്തത് കാണുന്ന പാറു ഗോവിന്ദിനെ അന്വേഷിച്ച് പോവുകയാണ്. ഗോവിന്ദിനെ മോഹിനി ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ പാറു ഗോവിന്ദിനെ രക്ഷിക്കുന്നു. എന്നിട്ട് എല്ലാവരും ഉള്ള റൂമിലേക്ക് ഗോവിന്ദിനെയും കൊണ്ട് പോവുകയാണ്. ഈ സമയം അവർ നിൽക്കുന്ന റൂമിന്റെ പുറത്തു വരുന്ന മോഹിനി മാന്ത്രിക ശക്തി പ്രയോഗിച്ച്
ഉപയോഗിച്ച് ആ റൂമിലുള്ള ഫാനിനെ താഴേക്കിടാൻ ശ്രമിക്കുകയാണ്. ഫാന് പുറത്തു വീഴുമെന്ന് വിചാരിച്ച് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് ശങ്കർ രക്ഷസിനോട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതിലല്ല കാര്യം, മോഹിനി തോൽക്കണം, അതിന് ഈ മാന്ത്രിക റൂം തുറക്കണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആ രക്ഷസ് താക്കോലെടുത്ത് ആ റൂം തുറക്കുകയും അതിന്റെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ്. ഈ കാര്യം മോഹിനി അറിയുന്നു. മോഹിനി രംഭയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്താണ് അകത്ത് നടക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ രംഭ റൂമിന്റെ അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഫാൻ വീഴുന്നത് കാണുന്ന പാറു അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ കാർഡ്ബോർഡ് പുറത്തുകൂടി ഇട്ട് എല്ലാവരും തറയിൽ പേടിച്ച് കണ്ണടച്ചിരിക്കുകയാണ്. ഒരു വിരൽ കൊണ്ട് ഫാനിനെ അവരുടെ പുറത്ത് വീഴാതെ ഗോവിന്ദ് പിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രംഭ. ശേഷം തലകറക്കം വരികയും രംഭ ബോധം കെട്ടി വീഴുകയും ചെയ്യുന്നു. ഈ സമയം മോഹിനിയുടെ റൂമിൽ വരുന്ന മോഹിനി ശങ്കറിനെ അവിടെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മാജിക്കൽ റൂം തുറന്നിരിക്കുന്നത് കാണുന്ന മോഹിനി മാന്ത്രിക മുടി കൊണ്ട് ശങ്കറിന്റെ കഴുത്തിൽ പിടിച്ച് ഉപദ്രവിക്കുകയാണ്. ശേഷം ശങ്കറിനെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. ശങ്കറിന്റെ സൗണ്ട് കേട്ട് അവിടേക്ക് എല്ലാവരും വരികയാണ്. ശങ്കറിനെ കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ശങ്കർ മോഹിനിയുടെ മുടിയെ പില്ലറിൽ കെട്ടിവെക്കുകയാണ്. മോഹിനി വേദനിച്ച് നിൽക്കുന്നത് കാണുന്ന മറ്റു രക്ഷസുകൾ ശങ്കറിനെയും പാറുവിനെയും ശങ്കറിന്റെ ഫാമിലിയെയും അവരുടെ മാന്ത്രിക മുടി കൊണ്ട് കെട്ടിയിടുകയാണ്. വേദന കൊണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ശങ്കർ ആരോട് കരയരുതെന്ന് പറയുകയാണ്. മറുവശത്ത് ബോധം വരുന്ന രംഭ റൂമിന്റെ അകത്തേക്ക് കയറുകയാണ്. അവിടെ വെണ്ണ കഴിച്ച് ഗോവിന്ദ് ഇരിക്കുന്നത് കാണുന്ന രംഭ, നിങ്ങൾ ഭഗവാനാണെങ്കിൽ ഇപ്പോൾ അവരെ രക്ഷിക്കാത്തത് എന്താണ്? അപ്പോൾ നിങ്ങൾ ഭഗവാനൊന്നും അല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഗോവിന്ദിന്റെ കയ്യിലിരിക്കുന്ന വെണ്ണ കഴിക്കുന്ന പാത്രം സുദർശന ചക്രമായി മാറി അവിടെ നിന്ന് പോവുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രംഭ. തുടർന്ന് സുദർശന ചക്രം രക്ഷസുകളുടെ മാന്ത്രിക മുടി മുറിച്ച് ശങ്കറിനെയും പാറുവിനെയും ശങ്കറിന്റെ ഫാമിലിയെ രക്ഷിക്കുകയാണ്. മാന്ത്രിക മുടി മുറിഞ്ഞു പോയത് കൊണ്ട് മറ്റു രക്ഷസുകൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സുദർശന ചക്രം കണ്ട് പേടിക്കുന്ന മോഹിനി അവിടെ നിന്നും പോകുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ്. സുദർശന ചക്രം തിരിച്ച് ഗോവിന്ദന്റെ കയ്യിൽ വെണ്ണയുടെ പാത്രമായി മാറുന്നത് കാണുന്ന രംഭ പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അടുത്ത ദിവസം എല്ലാവരും രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മോഹിനി, നിങ്ങളുടെ കണ്ണുനീര് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് മോഹിനി ശക്തി പ്രയോഗിച്ച് മുത്തശ്ശിയെയും ബബ്ലിയെയും ഒരു കണ്ണാടി ബോക്സിന്റെ അകത്താക്കുകയാണ്. എന്നിട്ട് അതിന്റെ അകത്ത് വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം കുറച്ച് കുറച്ചേ ആ ബോക്സിന്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ശങ്കർ കാലുകൊണ്ട് ചവിട്ടി ആ കണ്ണാടി ബോക്സ് പൊട്ടിക്കാൻ നോക്കുകയാണ്. ശങ്കർ ആ ബോക്സ് പൊട്ടിക്കുമെന്ന് മനസ്സിലാക്കുന്ന മോഹിനി ശങ്കറിനെ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. എന്നിട്ട് താക്കോൽ മോഹിനി കയ്യിൽ വയ്ക്കുന്നു. വളരെ ടൈറ്റായി ചങ്ങല കെട്ടിയിരിക്കുന്നത് കൊണ്ട് ശങ്കർ അലറി വിളിക്കുകയാണ്. പാറു ചങ്ങല അഴിച്ചെടുക്കാൻ നോക്കുന്നത് കാണുന്ന മൻമോഹൻ എല്ലാവരെയും ശങ്കറിന്റെ അടുത്ത് നിന്ന് മാറ്റുകയാണ്. മോഹിനി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അവിടെ ഗോവിന്ദ് വരുന്നു. ഗോവിന്ദിനെ കാണുന്ന പാറുവും സൗദാമിനിയും ഗോവിന്ദിനോട് അവിടെ നിന്ന് പോകാൻ പറയുകയാണ്. മുത്തശ്ശിയുടെയും ബബ്ലിയുടെയും ശങ്കറിന്റെയും അവസ്ഥ കാണുന്ന ഗോവിന്ദ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു, ഗോവിന്ദ് ഇവിടെ നിൽക്കണ്ട, ഡേഞ്ചർ ആണെന്ന് പാറു പറയുമ്പോൾ ഗോവിന്ദ് പാറുവിനോട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭഗവത്ഗീത ബുക്ക് തരാൻ പറയുകയാണ്. ബുക്ക് പിന്നീട് കണ്ടുപിടിച്ച് തരാം, ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണ് ഉള്ളതെന്ന് പറയുകയാണ്. ആ ബുക്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ടെന്നും ഒരു ഫ്രണ്ടിനെ പോലെ എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുമെന്നും പറയുകയാണ്. ആ സമയം ഭഗവത്ഗീത ബുക്കുമായി ഒരു പെൺകുട്ടി വരുന്നത് കാണിക്കുകയാണ്. ആ പെൺകുട്ടി പാലസിലേക്കാണ് പോകുന്നത്. പാലസിൽ വരുന്ന ആ പെൺകുട്ടി പാറുവിനെ വിളിക്കുകയാണ്. മിശ്രിയെ കാണുന്ന പാറു ഓടി മിശ്രിയുടെ അടുത്തേക്ക് പോവുകയാണ്. മിശ്രി പാറുവിന്റെ ബാല്യകാല സഖിയാണ്. സന്തോഷം കൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. മിശ്രി ശങ്കറിന്റെയും ബബ്ലിയുടെയും മുത്തശ്ശിയുടെയും അവസ്ഥ കണ്ടിട്ട് കാര്യം എന്താണെന്ന് പാറുവിനോട് ചോദിക്കുമ്പോൾ പാറു എല്ലാ കാര്യങ്ങളും മിശ്രിയോട് പറയുകയാണ്. പാറു പറഞ്ഞതെല്ലാം കേൾക്കുന്ന മിശ്രിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. ആ ഐഡിയ മിശ്രി പാറുവിനോട് പറയുകയാണ്. അടുത്ത സീനിൽ മിശ്രി ഒരു ബ്യൂട്ടീഷ്യനായി പാലസിൽ വരുന്നു. മോഹിനിയെ കാണുന്ന മിശ്രി മോഹിനിയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് പൂഴ്ത്തി പറയുകയാണ്. നിങ്ങൾ സ്ത്രീയാണോ അതോ ദിവ്യ തേജസ് ആണോ എന്നൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് മിശ്രി അവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് മുഖത്തിട്ടാൽ 10 സെക്കൻഡിൽ 10 വയസ്സ് കുറയുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി മിശ്രിയുടെ വാക്കുകളിൽ വീഴുകയാണ്. ശേഷം മിശ്രിയെയും വിളിച്ചുകൊണ്ട് മോഹിനി പോകുമ്പോൾ രംഭയ്ക്കും മൻമോഹനും മുഖത്ത് ഗ്ലോ വേണമെന്ന് പറയുകയാണ്. ഇവിടെ ആരും ഇല്ലാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് മോഹിനി. നമ്മൾ 3 പേര് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവരെയും എല്ലാവരെയും നമ്മുടെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് രംഭ എല്ലാവരെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. ശേഷം മിശ്രി 3 പേരുടെയും മുഖത്ത് ക്രീം പുരട്ടി ഇരുത്തുകയാണ്. തുടർന്ന് അവർക്ക് കുടിക്കാൻ ജ്യൂസിൽ ഡ്രിങ്ക്സ് കലർത്തി കൊടുക്കാൻ നോക്കുകയാണ്. ജ്യൂസ് കുടിക്കാൻ തുടങ്ങുന്ന മോഹിനിക്ക് ഡൗട്ട് തോന്നുകയാണ്. മോഹിനി പാറുവിനോട് ജ്യൂസ് കുടിക്കാൻ പറയുകയാണ്. പാറു ജ്യൂസ് കുടിക്കാൻ മടിച്ചു നിൽക്കുന്നത് കാണുന്ന മോഹിനി എല്ലാവരും ജ്യൂസ് കുടിക്കണമെന്ന് നിർബന്ധിച്ച് പറയുമ്പോൾ പാറു എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി ജ്യൂസ് കൊണ്ടുവരികയാണ്. രാവിലെ മുതൽ ആരും ഒന്നും കഴിക്കാതെയാണ് നിൽക്കുന്നത്. മോഹിനി ജ്യൂസ് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ് പാറു എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണ്. എല്ലാവരും ജ്യൂസ് കുടിക്കുന്നത് കണ്ടിട്ട് ആർക്കും ഒന്നും
എല്ലാവരും ജ്യൂസ് കുടിക്കുന്നത് കാണുന്ന മോഹിനി ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ മൻമോഹനോട് രംഭയോടും ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ട് മോഹിനിയും ജ്യൂസ് കുടിക്കുകയാണ്. മിശ്രി പറഞ്ഞിട്ട് പാറു രണ്ടാമതും അവർക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവർ 3 പേരുടെയും ബോധം പോകുന്നു. മോഹിനി ഉറങ്ങുന്നത് കാണുന്ന പാറു മോഹിനിയുടെ കയ്യിലിരിക്കുന്ന താക്കോൽ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ദുൽചന്ദ് ശങ്കറിനെ ചുറ്റിയിരിക്കുന്ന ചങ്ങല അഴിച്ചു മാറ്റുകയാണ്. രക്ഷപ്പെടുന്ന ശങ്കർ മുത്തശ്ശിയെയും ബബ്ലിയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ണാടി ബോക്സ് കാലുകൊണ്ട് ചവിട്ടി പൊട്ടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ മോഹിനി വരികയാണ്. മോഹിനി മദ്യപിച്ച ആളുകൾ വരുന്നത് പോലെ ബോധമില്ലാതെയാണ് അവിടേക്ക് വരുന്നത്. രംഭയും അങ്ങനെ തന്നെയാണ് വരുന്നത്. രംഭയും മോഹിനിയും കൂടി ഓരോന്നും പറയുന്നത് കണ്ടും അവരുടെ ഓരോ കോപ്രായങ്ങൾ കണ്ടും എല്ലാവരും ചിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ശങ്കർ പാറുവിനോട് മോഹിനിയുടെ ശ്രദ്ധ മാറ്റാൻ പറയുകയാണ്. ഈ സമയം പാറുവും എല്ലാവരും ജ്യൂസ് കുടിച്ചത് കൊണ്ട് മോഹിനിയുടെ അതേ അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ശങ്കർ പറഞ്ഞത് കൊണ്ട് പാറുവും എല്ലാവരും കൂടി മോഹിനിയുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഓരോന്നും ചെയ്യുകയാണ്. മറുവശത്ത് മൻമോഹന്റെ മുന്നിൽ ഗോവിന്ദ് വരുന്നു. ഗോവിന്ദിനെ കാണുന്ന മൻമോഹൻ ഗോവിന്ദിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഗോവിന്ദ് ഓടിപ്പോവുകയാണ്. ഈ സമയം ശങ്കർ കണ്ണാടി ബോക്സ് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഗോവിന്ദിന്റെ സൗണ്ട് കേൾക്കുന്ന ശങ്കർ പുറത്തേക്ക് പോവുകയാണ്. പാലസിന്റെ പുറത്ത് വരുന്ന ശങ്കർ കാണുന്നത് മൻമോഹൻ ഗോവിന്ദിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന ശങ്കർ ഗോവിന്ദിനെ ശങ്കറിന്റെ പുറകിൽ കയറ്റി ഇരുത്തിയിട്ട് ശങ്കർ മൻമോഹനെ അടിക്കുകയാണ്. മൻമോഹൻ ശങ്കറിനെ അടിക്കാൻ വേണ്ടി തടികഷ്ണം എടുക്കുമ്പോൾ ഗോവിന്ദ് മായാശക്തി പ്രയോഗിച്ച് മൈപ്പീലി ആക്കുകയാണ്. കയ്യിൽ മൈപ്പീലി ഇരിക്കുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മൻമോഹൻ. ശേഷം മൻമോഹൻ ചെടിച്ചട്ടി എടുത്ത് ശങ്കറിന്റെ തലയിൽ ഇടാൻ നോക്കുമ്പോൾ ഗോവിന്ദ് മായാജാലം കാണിക്കുന്നു. അപ്പോൾ ചെടിച്ചട്ടി ബലൂണായി മാറുകയാണ്. തുടർന്ന് ബലൂൺ പൊട്ടുകയും ബലൂണിൽ നിറച്ചിരിക്കുന്ന വെള്ളം മൻമോഹന്റെ തലയിലൂടെ വീഴുകയും ചെയ്യുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മൻമോഹൻ. ശങ്കർ മൻമോഹനെ അടിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് പേടിക്കുന്ന മൻമോഹൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. മൻമോഹൻ പേടിച്ചു പോകുന്നത് കാണുന്ന ശങ്കറും ഗോവിന്ദും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് പാറു മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നോ ഒരു നാഗം പാറുവിന്റെ അടുത്തേക്ക് വരികയാണ്. പാറു നാഗത്തിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം നാഗത്തിന്റെ പുറത്ത് കയറുന്ന പാറു കണ്ണാടി ബോക്സിന്റെ അകത്തുള്ള മുത്തശ്ശിയെ ബബ്ലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാറു കണ്ണാടി ബോക്സിന്റെ പുറത്ത് കയറുന്നതും അവിടെ വരുന്ന മോഹിനി പാറുവിനെ മാന്ത്രിക മുടി കൊണ്ട് തള്ളിയിടുകയാണ്. പാറു വീഴുന്നത് കാണുന്ന നാഗം അവിടെ നിന്നും പോകുന്നു. മോഹിനി പാറുവിനെ മാന്ത്രിക മുടി ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ നോക്കുകയാണ്. പാറു അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു. അപ്പോൾ മാന്ത്രിക മുടി പോയി ഇടിക്കുന്നത് കണ്ണാടി ബോക്സിലാണ്. ആ സമയം കണ്ണാടി ബോക്സിൽ പൊട്ടൽ വീഴുകയാണ്. അത് കാണുന്ന പാറു ഓരോന്നും പറഞ്ഞ് മോഹിനിയെ ദേഷ്യം പിടിപ്പിക്കുകയും മോഹിനി പാറുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി മാന്ത്രിക മുടി കൊണ്ട് അടിക്കുന്ന ഓരോ അടിയും കണ്ണാടി ബോക്സിലാണ് കിട്ടുന്നത്. ശേഷം പാറുവിനെ മോഹിനി മാന്ത്രിക മുടി കൊണ്ട് ചുറ്റി പിടിച്ച് കണ്ണാടി ബോക്സിൽ അടിക്കുന്നതും കണ്ണാടി ബോക്സ് പൊട്ടുകയും മുത്തശ്ശിയും ബബ്ലിയും രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത് കാണുന്ന എല്ലാവരും മുത്തശ്ശിയുടെയും ബബ്ലിയുടെയും അടുത്ത് പോകുന്നു. ആ സമയം അവിടെ ശങ്കറും ഗോവിന്ദും വരികയാണ്. മുത്തശ്ശിയും ബബ്ലിയും രക്ഷപ്പെട്ടത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശങ്കർ. മോഹിനിയും രംഭയും ഇപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ശേഷം അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. രാവിലെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്ന മോഹിനി നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു മോഹിനിയോട് നിങ്ങൾ ഇന്നലെ എല്ലാവർക്കും മാപ്പ് കൊടുത്തതല്ലേ, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. പാറു പറഞ്ഞത് വിശ്വസിക്കുന്ന മോഹിനി എല്ലാവരോടും പറഞ്ഞ ജോലികൾ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം മോഹിനി എങ്ങനെയെങ്കിലും കണ്ണുനീർ എടുക്കാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്ന സമയം ഒരു ഉറുമ്പ് പോകുന്നത് കാണുന്ന മോഹിനി ആ ഉറുമ്പിൽ മാന്ത്രിക ശക്തി പ്രയോഗിക്കുകയാണ്. മന്ത്രശക്തിയിലാകുന്ന ഉറുമ്പ് അവിടെ നിന്നും പോകുന്നു. ഉറുമ്പ് ലഖന്റെ റൂമിൽ പോയി ലഖനെ കടിക്കുകയും ലഖൻ ഉറുമ്പിനെ പോലെ ചെറുതാവുകയും ചെയ്യുകയാണ്. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സീമ ലഖനെ കാണാതെ വിഷമിച്ച് നിൽക്കുന്നത് പാറു ശങ്കറും കാണുകയാണ്. അവരെല്ലാവരും ലഖനെ അന്വേഷിച്ച് പോകുന്നു. ലഖൻ ചെറുതായത് കൊണ്ട് ആർക്കും ലഖനെ കാണാൻ കഴിയുന്നില്ല. ലഖൻ പറയുന്നതൊന്നും ആർക്കും കേൾക്കാനും കഴിയുന്നില്ല. സീമ കാണാൻ വേണ്ടി ലഖൻ ഫോണിന്റെ പുറത്ത് കയറി നിൽക്കുകയാണ്. ഫോണിന്റെ റിങ് കേൾക്കുന്ന സീമ ഫോണിൽ നോക്കുമ്പോൾ ലഖനെ കാണുന്ന സീമ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം സീമയെയും ഉറുമ്പ് കടിക്കുന്നു. അപ്പോൾ സീമയും ചെറുതാവുകയാണ്. മറുവശത്ത് നാഗമാണിക്യത്തിനെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ് മോഹിനി കണ്ണുനീർ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ലഖനെയും സീമയെയും മോഹിനി എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും കൂടി മോഹിനിയെ ട്രാപ്പിലാക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ മോഹിനിയെ അടച്ചു വെക്കുകയാണ്. ദേഷ്യം വരുന്ന മോഹിനി മാന്ത്രിക മുടിയുടെ സഹായം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് മരമായി മാറുകയാണ്. ഇതെല്ലാം ഗോവിന്ദന്റെ മായാജാലമാണ്. ആ മരത്തിന്റെ അകത്ത് മോഹിനിയെ മാന്ത്രിക കയറിൽ ബന്ധിക്കുകയാണ് ഗോവിന്ദ്. തുടർന്ന് മരത്തിനെ കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം കൃഷ്ണന്റെ പ്രവൃത്തി എന്നാണ്. മോഹിനിയുടെ ശല്യം ഇനി ഉണ്ടാവില്ല എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. ശേഷം എല്ലാവരും ലഖനെയും സീമയെ അന്വേഷിച്ചു പോവുകയാണ്. എല്ലായിടത്തും നോക്കിയിട്ടും അവരെ കാണാത്തത് കൊണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയം അവരുടെ മുന്നിൽ ലഖനും സീമയും നിൽക്കുന്നുണ്ട്. പക്ഷെ അവരാരും അവരെ കാണുന്നില്ല. എല്ലാവരും സംസാരിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയം അവിടെ വരുന്ന ഉറുമ്പ് മുത്തശ്ശിയെ കടിക്കുകയാണ്. മുത്തശ്ശി ചെറുതാവുകയും ചെയ്യുന്നു. മുത്തശ്ശി ചെറുതാകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയാണ്.
നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് സീമയും ലഖനും വരുന്നു. മുത്തശ്ശിയും ലഖനും സീമയും ചെറുതായത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. കുറച്ചു കഴിയുമ്പോൾ അവിടെ ശങ്കറും പാറുവും വരികയാണ്. അവിടെ നിന്ന് മുത്തശ്ശിയുടെ ഫോൺ കിട്ടുന്ന ശങ്കറും പാറുവും പേടിച്ചു നിൽക്കുകയാണ്. മോഹിനിയാണ് അവരെല്ലാവരും എന്തോ ചെയ്തതെന്ന് വിചാരിച്ചാണ് ശങ്കറും പാറുവും നിൽക്കുന്നത്. അപ്പോഴും അവരുടെ അടുത്തായി ഫാമിലി മുഴുവൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ചെറുതായതുകൊണ്ട് പാറുവിനും ശങ്കറിനും അവരെ കാണാനോ അവരുടെ സൗണ്ട് കേൾക്കാനോ കഴിയുന്നില്ല. എല്ലാവരെയും ഉറുമ്പ് കടിച്ചത് കൊണ്ടാണ് എല്ലാവരും ചെറുതായത്. മറുവശത്ത് മൻമോഹനും രംഭയും മരത്തിനെ കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. മൻമോഹന്റെ സൗണ്ട് കേൾക്കുന്ന മോഹിനി മൻമോഹനെ വിളിക്കുകയാണ്. മരത്തിന്റെ അകത്തു നിന്ന് മോഹിനിയുടെ സൗണ്ട് കേൾക്കുന്ന രംഭയും മൻമോഹനും ഞെട്ടി നിൽക്കുകയാണ്. മോഹിനി മൻമോഹനോട് ശക്തി പ്രയോഗിച്ച് മോഹിനിയെ പുറത്തിറക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന മൻമോഹൻ മരത്തിനെ ഇടിക്കുകയാണ്. അതിലൊരു മാറ്റവും സംഭവിക്കാത്തത് കാണുന്ന മൻമോഹൻ ആയുധം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ നിന്നും പോവുകയാണ്. മോഹിനി മരത്തിന്റെ അകത്തായത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് രംഭ. ഈ സമയം ശങ്കറും പാറുവും റൂമുകളിലെല്ലാം ഫാമിലിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ഗോവിന്ദ് ഓടക്കുഴൽ വായിക്കുകയാണ്. മറുവശത്ത് മൻമോഹൻ വാളുകൊണ്ട് വന്ന് മരത്തിനെ മുറിക്കാൻ നോക്കുകയാണ്. അതിൽ പരാജയപ്പെടുന്ന മൻമോഹൻ അവിടെ നിന്ന് പോകുന്നു. മൻമോഹന്റെ മുന്നിൽ വരുന്ന ഗോവിന്ദ് ഒരു ആയുധം മൻമോഹന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ആയുധം കാണുന്ന മൻമോഹൻ ഗോവിന്ദിന്റെ കയ്യിൽ നിന്നും ആയുധം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മരത്തിന്റെ അടുത്ത് വരുന്ന മൻമോഹൻ ആയുധം ഉപയോഗിച്ച് മരത്തിനെ മുറിക്കാൻ നോക്കുമ്പോൾ അവിടെ വരുന്ന ശങ്കർ മൻമോഹന്റെ കയ്യിൽ പിടിക്കുകയാണ്. ശേഷം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. മൻമോഹൻ ആയുധം ഉപയോഗിച്ച് ശങ്കറിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ആയുധം പൂവായി മാറുന്നു. ശങ്കറിന്റെ കയ്യിൽ പൂവ് കിട്ടുമ്പോൾ പൂവ് ഗദയായി മാറുന്നു. ശങ്കർ ഗദ കൊണ്ട് മൻമോഹനെ അടിക്കുകയും മൻമോഹന്റെ ബോധം പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന രംഭ അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോവുകയാണ്. പുറത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. മറുവശത്ത് പാറു പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവിടെ ഗോവിന്ദ് വരുന്നു. ഗോവിന്ദ് പാറുവിനോട് നമ്മൾ അന്വേഷിക്കുന്നവരെ എല്ലായിടത്തും നോക്കണമെന്നും തറയിലും നോക്കണമെന്നും പറയുകയാണ്. ആ സമയം ദീപം അണയുന്ന പാറു ദീപം കത്തിക്കാൻ നോക്കുമ്പോൾ വിളക്കിന്റെ മുന്നിൽ ഫാമിലിയെ കാണുന്ന പാറു ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് പാറു ശങ്കറിനോട് എല്ലാം പറയാമെന്നും പറഞ്ഞ് അവരെ എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പോകുന്ന വഴി പാറുവിനെ ഉറുമ്പ് കടിക്കുകയാണ്. അപ്പോൾ പാറുവും ചെറുതാകുന്നു. പാറുവിനെ കാണാത്തത് കാണുന്ന ശങ്കർ പാറുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ശങ്കർ പാറുവിനെ കാണാതെ പോവുകയാണ്. എങ്ങനെയെങ്കിലും ശങ്കർ പാറുവിനെയും ഫാമിലിയെയും കാണണമെന്ന് ആലോചിക്കുന്ന പാറുവിന് ഒരു ഐഡിയ കിട്ടുകയാണ്. തുടർന്ന് അവരെല്ലാവരും കൂടി കിച്ചണിലേക്ക് പോകുന്നു. ദുൽചന്ദും പപ്പിയും ലഖനും കൂടി സ്ലാബിന്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്ന മഞ്ഞൾപ്പൊടി തള്ളി താഴേക്ക് ഇടുകയാണ്. താഴെ വീണ് കിടക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ പാറു കാലുകൊണ്ട് ശങ്കറിന് കാണാൻ വേണ്ടി താഴെ നോക്ക് ശങ്കർ എന്ന് എഴുതുകയാണ്. ശേഷം ശങ്കർ വരാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ശങ്കറിനെ കണ്ട് പേടിച്ചോടിയ രംഭ തിരിച്ചു വരുന്നു. ശങ്കർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പേടിച്ചാണ് രംഭ വരുന്നത്. രംഭ വരുന്നത് മനസ്സിലാക്കുന്ന മോഹിനി രംഭയോട് മരത്തിനെ കത്തിക്കാൻ തീപ്പെട്ടി എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന രംഭ അവിടെ നിന്ന് പോകുന്നു. മൻമോഹൻ ഇപ്പോഴും ബോധമില്ലാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ശേഷം രംഭ കിച്ചണിലേക്ക് വരുന്നത് കാണുന്ന പാറു മഞ്ഞൾപ്പൊടിയിൽ എഴുതിയിരിക്കുന്നത് രംഭ കാണാതിരിക്കാൻ വേണ്ടി മാച്ചു കളയുകയാണ്. തുടർന്ന് അവരെല്ലാവരും രംഭ കാണാതെ മറിഞ്ഞു നിൽക്കുകയാണ്. രംഭ തീപ്പെട്ടി എടുക്കാൻ വരുന്നതും രംഭ അവിടെ തറയിൽ കിടക്കുന്ന മഞ്ഞൾപ്പൊടി ചവിട്ടുകയും ചെയ്യുന്നു. രംഭ കിച്ചണിൽ നിന്ന് പോകുമ്പോൾ രംഭയുടെ ചെരുപ്പിലായ മഞ്ഞൾപ്പൊടി കാരണം രംഭ പോകുന്ന വഴിയിലെല്ലാം മഞ്ഞൾപ്പൊടിയുടെ അടയാളങ്ങൾ ആവുകയാണ്. ആ സമയം പാറുവിനെ അന്വേഷിച്ച് നടക്കുന്ന ശങ്കർ തറയിൽ മഞ്ഞൾപ്പൊടിയുടെ അടയാളം കിടക്കുന്നത് കാണുകയാണ്. ഡൗട്ട് തോന്നുന്ന ശങ്കർ കിച്ചണിലേക്ക് പോകുന്നു. ഈ സമയം പാറു പിന്നെയും മഞ്ഞൾപ്പൊടിയിൽ കാലുകൊണ്ട് എഴുതുകയാണ്. അപ്പോൾ അവിടെ ശങ്കർ വരുന്നു. അവിടെ മഞ്ഞൾപ്പൊടി കിടക്കുന്നത് കാണുന്ന ശങ്കർ മഞ്ഞൾപ്പൊടിയിൽ നോക്കുമ്പോൾ പാറു എഴുതിയിരിക്കുന്നത് ശങ്കർ വായിച്ചു നോക്കുകയാണ്. അപ്പോൾ ശങ്കർ അവിടെ അടുത്തായി നിൽക്കുന്ന പാറുവിനെ കാണുന്ന ശങ്കർ ഞെട്ടലോടെ അവിടെ ഇരിക്കുകയാണ്. ആ സമയം പാറുവിന്റെ അടുത്ത് ശങ്കറിന്റെ ഫാമിലിയിലെ എല്ലാവരും വരുന്നു. എല്ലാവരെയും ആ രൂപത്തിൽ കണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശങ്കർ. മറുവശത്ത് തീപ്പെട്ടിയുമായി പോകുന്ന രംഭ ഗോവിന്ദ് ഇരിക്കുന്നത് കാണുകയാണ്. ഗോവിന്ദനെ കാണുന്ന രംഭ ഗോവിന്ദനെ നോക്കുകയാണ്. ഗോവിന്ദ് മൈപ്പീലി നോക്കി ഇരിക്കുന്നത് കാണുന്ന രംഭ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഈ സമയം ശങ്കർ അവരെല്ലാവരെയും മോഹിനി കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടി ശങ്കർ കയ്യിൽ എല്ലാവരെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് സ്റ്റോർ റൂമിൽ പോവുകയും അവരെ അകത്താക്കി പൂട്ടിയിട്ട് ശങ്കർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം രംഭ മരത്തിൽ തീ കത്തിക്കുകയും തീ മരം മുഴുവൻ പടർന്നു പിടിക്കുകയും മോഹിനി പുറത്തു വരികയും ചെയ്യുകയാണ്. മോഹിനിയെ കാണുന്ന രംഭ മോഹിനിയോട് ചേച്ചിയെ രക്ഷിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് രംഭ. മോഹിനി രക്ഷസായി മാറുകയാണ്. രക്ഷസായി മാറുന്ന മോഹിനി എന്നെ തടവിലാക്കിയവർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും. ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്ന മോഹിനി സ്റ്റോർ റൂമിന്റെ മുന്നിൽ പോവുകയാണ്. സ്റ്റോർ റൂം പൂട്ടിയിരിക്കുന്നത് കാണുന്ന മോഹിനി രംഭയെ നോക്കുമ്പോൾ രംഭ ഓന്തായി മാറി റൂമിന്റെ ഡോറിന്റെ അടിയിലൂടെ പോവുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശങ്കർ. റൂമിന്റെ അകത്ത് കയറുന്ന ഓന്തിനെ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ഓന്ത് അകത്തേക്ക് വരുന്നത് കാണുന്ന എല്ലാവരും പേടിച്ചു ഓടുകയാണ്. ശങ്കർ റൂമിന്റെ അകത്ത് കയറുന്നത് കാണുന്ന മോഹിനി ശങ്കറിനെ മാന്ത്രിക മുടി ഉപയോഗിച്ച് കെട്ടുകയാണ്. ശങ്കർ
ശങ്കറിന് അവരെ സഹായിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ഈ സമയം കുറെ മയിൽപീലികൾ വന്ന് ഓന്തിന്റെ പുറത്ത് വീഴുകയും ഓന്ത് രംഭയായി മാറുകയും ചെയ്യുന്നു. മയിൽപീലി പുറത്ത് കിടക്കുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാതെ അലറി വിളിക്കുകയാണ് രംഭ. ഇതെല്ലാം ഗോവിന്ദന്റെ പണിയാണ്. ഗോവിന്ദ് ഓടൽക്കുഴൽ വായിച്ചിരിക്കുകയാണ്. രംഭയെ രക്ഷിക്കാൻ വേണ്ടി മോഹിനി ശങ്കറിനെ വെറുതെ വിടുന്നു. ശങ്കർ അവരെ എല്ലാവരെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. മോഹിനി രംഭയുടെ പുറത്ത് കിടക്കുന്ന മയിൽപീലിയെല്ലാം എടുത്തു മാറ്റുകയും രംഭയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. ശേഷം ശങ്കർ പാലസിന്റെ പുറത്ത് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ വരുന്ന മോഹിനി മാന്ത്രിക മുടി കൊണ്ട് ശങ്കറിന്റെ കാലിൽ ചുറ്റുകയും ശങ്കർ തലയിടിച്ച് താഴെ വീഴുകയും ശങ്കറിന്റെ ബോധം പോവുകയും ചെയ്യുന്നു. അപ്പോൾ ശങ്കറിന്റെ കയ്യിലിരുന്ന ശങ്കറിന്റെ ഫാമിലി താഴെ വീഴുകയും അവരുടെ എല്ലാവരുടെയും ബോധം പോവുകയും ചെയ്യുന്നു. ആ സമയം അവിടെ ഗോവിന്ദ് വരുന്നു. ഗോവിന്ദ് ശങ്കറിന്റെ ഫാമിലിയെ എടുത്ത് ബാക്കിയകത്ത് ഇട്ട് വിഴുങ്ങുകയാണ്. അതെല്ലാം കാണുന്ന രംഭ ഭഗവാന്റെ അടുത്ത് യുദ്ധം ചെയ്ത് ജയിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പേടിക്കുന്ന രംഭ അവിടെ നിന്ന് ഓടിപ്പോയി ദൂരെ മാറി നിന്ന് നോക്കുകയാണ്. ദേഷ്യം വരുന്ന മോഹിനി ഗോവിന്ദിന്റെ അടുത്ത് പോയിട്ട് വാ തുറന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ഗോവിന്ദ് മോഹിനിക്ക് പിടി കൊടുക്കാതെ ഓടിപ്പോവുകയാണ്. ഗോവിന്ദിനെ പിടികിട്ടാത്തതിൽ ദേഷ്യം വരുന്ന മോഹിനി മാന്ത്രിക മുടി കൊണ്ട് ഗോവിന്ദിനെ പിടിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദനോട് വാ തുറക്കാൻ പറയുകയാണ്. മോഹിനി എത്ര പറഞ്ഞിട്ടും ഗോവിന്ദ് കേൾക്കാതെ നിൽക്കുന്നത് കാണുന്ന മോഹിനി ഗോവിന്ദന്റെ വായിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് തുറക്കാൻ നോക്കുകയാണ്. ഗോവിന്ദ് വാ തുറക്കുമ്പോൾ ഗോവിന്ദന്റെ വായുടെ അകം കാണുന്ന മോഹിനി ഞെട്ടി നിൽക്കുകയാണ്. ആ സമയം ഗോവിന്ദന്റെ വായിൽ നിന്നും പ്രകാശം വരികയും മോഹിനി തെറിച്ചു പോയി വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രംഭ. മോഹിനി ബോധമില്ലാതെ കിടക്കുകയാണ്. തുടർന്ന് ഗോവിന്ദ് മായാജാലത്തിലൂടെ എല്ലാവരെയും പഴയ രൂപത്തിലാക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ശങ്കറിനും എല്ലാവർക്കും ബോധം വരികയാണ്. ബോധം വരുന്ന എല്ലാവരും പഴയ രൂപത്തിലായതിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഗോവിന്ദിനോട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ എന്ന് പാറു ചോദിക്കുമ്പോൾ ഗോവിന്ദ് ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് മോഹിനിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. മറുവശത്ത് ബോധമില്ലാതെ കിടക്കുന്ന മോഹിനിയെ രംഭയും മൻമോഹനും കൂടി എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ മോഹിനി എഴുന്നേൽക്കുന്നു. മോഹിനി എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ണുനീരെടുക്കണമെന്ന് പറയുന്ന സമയം അവിടെ ശങ്കർ വരികയാണ്. ശങ്കറും ഫാമിലിയും കൂടി പാറുവിനെ ഒരു ചെയറിൽ കെട്ടിയിട്ട് അവിടേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ശങ്കർ മോഹിനിയോട് എന്നെയും എന്റെ ഫാമിലിയെയും വെറുതെ വിടണമെന്നും നിങ്ങൾക്ക് വേണ്ടത് പാറുവിനെയാണ്. അത് കേൾക്കുന്ന പാറു ശങ്കറിനോട് എന്തിനാണ് എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഞാൻ ഈ കുടുംബത്തിലെ മരുമകളാണ് എന്നൊക്കെ പറയുകയാണ്. ഞാൻ 200 വർഷമായി മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഫൂളാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് മോഹിനി. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാറുവിനെ ബലി കൊടുക്കാനും ഞാൻ തയ്യാറാണെന്നും ഇവൾ കാരണമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വിഷമിക്കേണ്ടി വന്നതെന്നും പറയുകയാണ് ശങ്കർ. ശങ്കർ പറയുന്നത് കേൾക്കുന്ന മോഹിനി രംഭയെ നോക്കുമ്പോൾ രംഭ കണ്ണീരിരിക്കുന്ന ബൗൾ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് മോഹിനി ശങ്കറിനോട് ഞാൻ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് വേണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പാറു ശങ്കറിനോട് ഒരിക്കലും സമ്മതിക്കരുതെന്ന് പറയുകയാണ്. ശങ്കർ മോഹിനിയോട് നിങ്ങൾക്ക് കണ്ണുനീര് കിട്ടും, പക്ഷെ അത് പാറുവിൻ്റെതായിരിക്കുമെന്ന് പറയുകയാണ് ശങ്കർ. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. പാറു സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുന്ന ശങ്കർ ദേഷ്യത്തോടെ പാറുവിനോട് നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എന്റെ ജീവിതം നരകത്തിലായി എന്നും നിന്റെ മുഖം കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുകയാണ് എന്നൊക്കെ പറയുകയാണ് ശങ്കർ. അത് കേൾക്കുന്ന പാറു വിഷമിച്ച് കരയുകയാണ്. പാറുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നത് കാണുന്ന മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശങ്കറും പാറുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശങ്കർ പാറുവിന്റെ കണ്ണുനീരെടുത്ത് കയ്യിൽ വെച്ചിട്ട് മോഹിനിയോട് ഇപ്പോൾ എന്നെ വിശ്വാസമായോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മോഹിനി നാഗമണിക്ക് സ്വന്തമാക്കിയാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വെറുതെ വിടാമെന്ന് വാക്കു കൊടുക്കുകയാണ് മോഹിനി. അത് കേൾക്കുന്ന ശങ്കർ കണ്ണുനീര് ആ ബൗളിൽ ഇടുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. കുറച്ചു കഴിയുമ്പോൾ ബൗളിൽ നിന്ന് പുക വരികയും അപ്പോൾ തന്നെ ബൗള് പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയാണ്. അതെല്ലാം കണ്ട് മോഹിനിയും മൻമോഹനും രംഭയും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം പാറു കെട്ടെല്ലാം മാറ്റി എഴുന്നേൽക്കുകയും ശങ്കറും പാറുവും കൈ പിടിച്ച് നിൽക്കുന്നതും കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മോഹിനി. പാറുവിന്റെ കണ്ണുനീര് ബൗളിൽ ഇടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് മോഹിനി അന്തം വിട്ട് നിൽക്കുമ്പോൾ മോഹിനി കണ്ടത് പാറുവിന്റെ വിഷമിച്ചുള്ള കണ്ണുനീരല്ലായിരുന്നു, പാറുവിന്റെ സന്തോഷ കണ്ണുനീരായിരുന്നു അത്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായതെന്നും ഇത്രയും ദിവസമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ബാക്കി കണ്ണുനീര് കൂടി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി മോഹിനിയെ കളിയാക്കി ചിരിക്കുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന മോഹിനി അലറി വിളിക്കുകയാണ്. ശേഷം രക്ഷസായി മാറുന്ന മോഹിനി അലറി വിളിച്ചുകൊണ്ട് എല്ലാവരോടുമായി
നിശ്ചലമായി ഇന്ന് തന്നെ എല്ലാവരുടെയും കണ്ണുനീര് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് മോഹിനി ശങ്കറിന് നേരെ കുറെ കത്തികൾ എറിയുകയാണ്. ആ കത്തികൾ ശങ്കറിന്റെ അടുത്ത് വരുന്നതും അവിടെ എല്ലാം സ്റ്റില്ലാവുകയാണ്. എല്ലാം നിശ്ചലമായിരിക്കുന്നത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പാറു. പാറു ഒഴിച്ച് ബാക്കി എല്ലാവരും നിശ്ചലമായിരിക്കുകയാണ്. ആ സമയം അവിടെ ഗോവിന്ദ് വരുന്നു. ഗോവിന്ദ് വലുതാവുകയും അത് കാണുന്ന പാറുവിന് ഗോവിന്ദ് ഭഗവാൻ കൃഷ്ണനാണെന്ന് മനസ്സിലാവുകയും ചെയ്യുകയാണ്. മഹാദേവന്റെ ഭക്തയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കേണ്ടത് എന്റെ കടമയാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദ് കുറച്ച് ഭസ്മം പാറുവിന് കൊടുക്കുകയാണ്. എന്നിട്ട് 24 മണിക്കൂർ നിങ്ങൾക്ക് രക്ഷസിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഭസ്മം സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അപ്രത്യക്ഷമാവുകയാണ്. ആ സമയം തന്നെ മോഹിനിയും മൻമോഹനും രംഭയും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും പാലസിന്റെ പുറത്താവുകയും ചെയ്യുകയാണ്. ശേഷം പാറു കൃഷ്ണൻ കൊടുത്ത ഭസ്മം വാതിലിന്റെ ഫ്രണ്ടിൽ ഇടുകയാണ്. തുടർന്ന് പാറു ശങ്കറിന്റെ അടുത്ത് പോയിട്ട് ശങ്കറിനെ തൊടുന്നു. ആ സമയം ശങ്കറും എല്ലാവരും നോർമൽ ആവുകയാണ്. നോർമൽ ആകുന്ന മോഹിനിയും മൻമോഹനും രംഭയും എങ്ങനെയാണ് പാലസിന്റെ പുറത്ത് വന്നതെന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ്. ശേഷം മോഹിനി പാലസിന്റെ അകത്ത് കയറാൻ നോക്കുന്നതും അവിടെ ഒരു മാന്ത്രിക ചുവരുണ്ടാവുകയും മോഹിനിക്ക് അകത്ത് കയറാൻ കഴിയാതെയും നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന മോഹിനി മാന്ത്രിക മുടിയെ പാലസിന്റെ അകത്ത് കയറ്റാൻ നോക്കുമെങ്കിലും അതിന് കഴിയുന്നില്ല. അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ പാറു ഗോവിന്ദിന്റെ കാര്യങ്ങളും ഗോവിന്ദ് ഭസ്മം കൊടുത്ത കാര്യങ്ങളും ശങ്കറിനോട് പറയുകയാണ്. ശേഷം പാറു ശങ്കറിനോട് ശങ്കർ നാഗമാകണമെന്നും ശങ്കറിന് നാഗശക്തി കിട്ടിയാൽ രണ്ടുപേർക്കും കൂടി മോഹിനിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നും പറയുകയാണ്. എന്നിട്ട് പാറു നാഗലോകത്തെ രഹസ്യങ്ങളുള്ള ബുക്ക് എടുത്തുകൊണ്ടുവന്ന് ശങ്കറിന്റെ കയ്യിൽ കൊടുക്കുകയും തുടർന്ന് ആ ബുക്കിലുള്ളത് രണ്ടുപേരും കൂടി വായിക്കുകയും ചെയ്യുകയാണ്. അതിൽ നാഗരാജാവിനെ കാണണമെന്നും നാഗരാജാവ് വഴി ശങ്കറിന് നാഗശക്തികൾ കിട്ടുമെന്നും പോകുന്ന വഴി ഒത്തിരി അപകടങ്ങൾ നിറഞ്ഞതാണെന്നും വായിക്കുന്ന പാറു വിഷമിച്ചിരിക്കുകയാണ്. പാറു വിഷമിച്ചിരിക്കുന്നത് കാണുന്ന ശങ്കർ പാറുവിനോട് ഫാമിലിക്ക് ഒരു ആപത്തും സംഭവിക്കാതെ നോക്കണമെന്നും നാഗമായി മാറി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് പാറുവിനെ സമാധാനിപ്പിച്ചിട്ട് ശങ്കർ അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ മോഹിനിയുടെ സൗണ്ട് കേട്ട് എല്ലാവരും പാലസിന്റെ പുറത്ത് വരുന്നു. അവരെ കാണുന്ന മോഹിനി അവരോട് ഞാൻ പുറത്താണെങ്കിലും എനിക്ക് നിങ്ങളുടെ കണ്ണുനീര് കിട്ടും. ഈ വരച്ചിരിക്കുന്ന മാന്ത്രിക രേഖയ്ക്ക് എന്നെ തടയാൻ കഴിയില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾ എല്ലാവരെയും കൊല്ലാനും കരയിക്കാനും കഴിയും. നിങ്ങൾക്കത് കാണണോ എന്ന് ചോദിക്കുകയാണ് മോഹിനി. ശേഷം മോഹിനി അവിടെ ദൂരെയായി നിർത്തിയിരിക്കുന്ന കാറ് മാന്ത്രിക ശക്തി പ്രയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുകയും കാറ് മുന്നോട്ട് വരികയും ചെയ്യുന്നു. എല്ലാവരും അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അവരുടെ നേരെ കാറ് വരുന്നത് കണ്ട് എല്ലാവരും അലറി വിളിച്ച് കരയുകയാണ്. അവരുടെ സൗണ്ട് കേട്ട് അവിടെ പാറു വരുന്നു. കാർ സ്പീഡിൽ വരുന്നത് കാണുന്ന പാറു ദേഷ്യത്തോടെ മോഹിനിയെ നോക്കുകയാണ്. മറുവശത്ത് ശങ്കർ ബുക്കിൽ കണ്ട സ്ഥലത്ത് വരികയാണ്. എങ്ങനെ അകത്തേക്ക് കയറുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ശങ്കർ. അപ്പോൾ അവിടെ മാന്ത്രിക വഴി തുറക്കുകയാണ്. അത് കാണുന്ന ശങ്കർ ആ വഴിയിലൂടെ അകത്തേക്ക് പോകുന്നു. കുറച്ചു ദൂരം ശങ്കർ പോകുമ്പോൾ മാന്ത്രിക വാതിൽ അടയുകയും അവിടെ മുഴുവൻ മഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. അതെല്ലാം കാണുന്ന ശങ്കറിന് പാറു പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. ഇതിന്റെ അകത്ത് കയറിയാൽ പല മായ കാഴ്ചകളും നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയും. അത് കണ്ട് പേടിക്കരുത് എന്ന് പറഞ്ഞത് ഓർമ്മ വരുന്ന ശങ്കർ മുന്നോട്ട് പോവുകയാണ്. ഈ സമയം മോഹിനി കാറിൽ തീയിടുകയും കത്തുന്ന കാർ പാലസിലേക്ക് സ്പീഡിൽ വരികയും ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുന്നവരോട് പാറു ആരും കരയരുതെന്നും നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് പാറു. എന്നിട്ട് പാറു രണ്ടും കൽപ്പിച്ച് മാന്ത്രിക വരെ മറികടന്ന് കാറിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ശേഷം കാറിന്റെ അടുത്ത് പോകുന്ന പാറു കാറിന്റെ അകത്ത് കയറി കാർ നിർത്തുകയും ചെയ്യുന്നു. എന്നിട്ട് കാറിൽ നിന്ന് പാറു ഇറങ്ങുന്നത് കാണുന്ന മോഹിനി പാറു പാലസിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മാന്ത്രിക മുടി കൊണ്ട് പാറുവിനെ പിടിക്കുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച് എല്ലാവരും പാറു എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. വേദനിക്കുന്ന പാറു ശങ്കർ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുകയാണ്. മറുവശത്ത് മുന്നോട്ട് പോകും തോറും തണുപ്പ് കൂടുന്നത് കൊണ്ട് നടക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന ശങ്കർ ഫാമിലിയെയും പാറുവിനെയും രക്ഷപ്പെടുത്താൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശക്തികൾ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ് ശങ്കർ. അവസാനം ശങ്കർ വേറൊരു മാന്ത്രിക കവാടം കാണുകയും ആ വഴി അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം പാറുവിന്റെ അവസ്ഥ കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന പാറു അവരോട് ഒരിക്കലും കരയരുത്, രക്ഷസിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശി ഗോവിന്ദ് കൊടുത്ത ഭസ്മം എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി ആ ഭസ്മം എടുത്ത് മോഹിനിയുടെ മുടിയുടെ നേരെ എറിയുകയാണ്. അപ്പോൾ മോഹിനിയുടെ മുടിയുടെ ശക്തി കുറയുകയും പാറു താഴെ വീഴുകയും ചെയ്യുന്നു. താഴെ വീഴുന്ന പാറു ഓടി മാന്ത്രിക വരയുടെ അകത്ത് കയറുന്നു. അത് കാണുന്ന മോഹിനി തിരിച്ചു പോകുന്നു. മറുവശത്ത് ശങ്കറിന്റെ മുന്നിൽ ഗുരുജി വരികയാണ്. ഗുരുജിയോട് ശങ്കർ നാഗശക്തി കിട്ടാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഗുരുജി ശങ്കറിന് അവിടെ ഇരിക്കുന്ന ബോക്സ് കാണിച്ചു കൊടുക്കുകയാണ്. ആ ബോക്സ് കാണുന്ന ശങ്കർ ബോക്സിന്റെ അടുത്തേക്ക് പോകുന്നു. ബോക്സ് എടുക്കുന്ന ശങ്കർ അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കുകയാണ്. ഈ സമയം പാലസിൽ എല്ലാവരും രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. പാറുവിന്റെ കയ്യിലെ മുറിവിൽ ബബിളി മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി മോഹിനി വന്നാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നേരിടാമെന്ന് പറയുകയാണ് ദുൽചന്ദ്. ഈ സമയം പാലസിന്റെ പുറത്ത് കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീക്ക് കാലിന് സുഖമില്ലാത്തതാണ്.
പറയുകയാണ്. തുടർന്ന് പാലസിന്റെ അകത്തുള്ളവർ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അത് കേൾക്കുന്ന പാറു ഡോറിന്റെ പുറത്ത് വരുമ്പോൾ കുഞ്ഞ് തറയിൽ കിടക്കുന്നത് പാറു കാണുന്നു. കുറച്ചു കഴിയുമ്പോൾ മുഖത്ത് ഷോളിട്ട ശ്രീ അവിടെ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറയുകയാണ്. മറുവശത്ത് ശങ്കറിന്റെ അടുത്ത് വരുന്ന ഗുരുജി, ഈ ബോക്സ് ഒരു നാഗത്തിന് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ, അതിന് നീ ഒരു നാഗമാണെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഗുരുജി നാഗമായി മാറി അവിടെ നിന്ന് പോവുകയാണ്. ഗുരുജി പറഞ്ഞത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ശങ്കർ. ഈ സമയം പാറു ശ്രീക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുമ്പോൾ ആ സ്ത്രീ വെള്ളം എടുത്ത് കുടിക്കുന്ന സമയം കുഞ്ഞ് ഇഴഞ്ഞ് പുറത്തേക്ക് പോകുന്നത് പാറു കാണുന്നു. കുഞ്ഞിന്റെ ഓപ്പോസിറ്റായി ഒരു കാർ വരുന്നത് കാണുന്ന പാറു ഒന്നും നോക്കാതെ പുറത്തേക്ക് ഓടി പോവുകയാണ്. അത് കാണുന്ന എല്ലാവരും പാറുവിനോട് പോകല്ലേ, തിരിച്ചു വാ എന്ന് പറയുകയാണ്. അതൊന്നും കേൾക്കാതെ പാറു ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ്. പാറു കുഞ്ഞിനെ കയ്യിൽ വച്ചിരിക്കുമ്പോൾ കുഞ്ഞ് രംഭയായി മാറുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. പാറു ഞെട്ടി നിൽക്കുകയാണ്. രംഭ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ഈ സമയം അവിടെ നിൽക്കുന്ന സ്ത്രീ മുഖത്തിട്ടിരിക്കുന്ന ഷോള് മാറ്റുന്നു. അത് മോഹിനിയായിരുന്നു. മോഹിനിയെ കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. മോഹിനിയെ കാണുന്ന പാറു പാലസിന്റെ അകത്തേക്ക് ഓടുകയാണ്. മറുവശത്ത് ശങ്കർ അവിടെ ഇരിക്കുന്ന കത്തി എടുത്ത് കൈ മുറിക്കുകയും കയ്യിൽ നിന്ന് വരുന്ന ബ്ലഡ് ആ ബോക്സിൽ ഒഴിക്കുകയും ചെയ്യുന്നു. ബ്ലഡ് ആ ബോക്സിൽ വീണപ്പോൾ തന്നെ ശങ്കർ ഒരു നാഗമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ബോക്സ് തുറക്കുകയാണ്. ആ ബോക്സിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറിയ ബോട്ടിൽ ശങ്കർ എടുക്കുന്നു. ആ സമയം അവിടെ നാഗരാജാവ് വരുന്നു. നാഗരാജാവ് ശങ്കറിനോട് ശങ്കറിന്റെ കയ്യിലിരിക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടിയ വിഷമാണെന്നും ആ വിഷം ശങ്കർ കുടിക്കണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ ആ വിഷം എടുത്ത് കുടിക്കുകയാണ്. മറുവശത്ത് പാറു പാലസിന്റെ അകത്ത് കയറാതെ രംഭ തടയുകയാണെങ്കിൽ രംഭയെ തള്ളി മാറ്റി പാറു പാലസിന്റെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നത് കാണുന്ന മോഹിനി മാന്ത്രിക മുടി കൊണ്ട് പാറുവിനെ പിടിക്കുകയാണ്. പാലസിലുള്ളവർ പാലസിന്റെ അകത്തേക്ക് പാറുവിനെ കൊണ്ടുവരാൻ വേണ്ടി പാറുവിന്റെ കയ്യിൽ പിടിച്ചു വലിക്കുകയാണ്. രംഭയും മൻമോഹനും പാറുവിനെ പുറത്തേക്ക് വലിച്ചു പിടിക്കുകയാണ്. പാറുവിനെ അവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന മോഹിനി പാറുവിനെ പിടിച്ചു വലിക്കുമ്പോൾ പാലസിലുള്ള എല്ലാവരും പാലസിന്റെ പുറത്ത് വരുന്നു. മാന്ത്രിക വര കഴിഞ്ഞ് പുറത്ത് വന്നത് കൊണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് ശങ്കർ മുഴുവനായി ഒരു നാഗമായി മാറുന്നു. ശങ്കർ ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ശങ്കറായി മാറിയിരിക്കുകയാണ്. ഈ സമയം മോഹിനി എല്ലാവരും കരയുന്നത് കാണാൻ വേണ്ടി പാറുവിനെ ഉപദ്രവിക്കുകയാണ്. പാറുവിനെ വേദനിപ്പിക്കുമ്പോൾ അത് കാണുന്ന എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമെന്ന് വിചാരിച്ചാണ് മോഹിനി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്ന പാറു അവരോട് ആരും കരയരുതെന്നും എല്ലാവരോടും പാലസിന്റെ അകത്തേക്ക് പോകാനും പറയുകയാണ്. ആരും കേൾക്കാതെ നിൽക്കുന്നത് കാണുന്ന പാറുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോൾ അവരെല്ലാവരും വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അത് കാണുന്ന മോഹിനി പാറുവിനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ പകുതി നാഗരൂപത്തിൽ ശങ്കർ പാലസിലേക്ക് വരികയാണ്. ശങ്കറിനെ ആ രൂപത്തിൽ കണ്ട് എല്ലാവരും പേടിയോടെയും അത്ഭുതത്തോടെയും നിൽക്കുകയാണ്. ശങ്കർ പാറുവിനെയാണ് നോക്കുന്നത്. അവിടെയൊന്നും പാറുവിനെ കാണാത്തത് കാണുന്ന ശങ്കർ മുത്തശ്ശിയോട് പാറു എവിടെയെന്ന് ചോദിക്കുകയാണ്. ആരും മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുന്ന ശങ്കർ അലറിയും ദേഷ്യത്തോടെയും അവരോട് ചോദിക്കുകയാണ്. ബബ്ലി ശങ്കറിനെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ശങ്കറിന് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും പരസ്പരം മാറി മാറി ചോദിക്കുകയാണ്. അത് കാണുന്ന ശങ്കറിന് അപ്പോഴാണ് എല്ലാവരും പേടിച്ചു നിൽക്കുന്നതിന്റെ കാരണം മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കുന്ന ശങ്കർ യഥാർത്ഥ രൂപത്തിലാകുന്നു. ശങ്കർ ബബ്ലിയുടെ അടുത്ത് പോകുമ്പോൾ ബബ്ലി ശങ്കറിനോട് ഇതെന്റെ ചേട്ടനല്ല എന്നും നാഗമാണെന്നും ദൂരെ മാറി നിൽക്കാനും പേടിയാണെന്നും പറഞ്ഞ് കരയുകയാണ്. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സൗദാമിനി ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയാം, അതിനു മുമ്പ് ആദ്യം എനിക്ക് പാറുവിനെ കാണണമെന്ന് പറയുകയാണ് ശങ്കർ. ശങ്കറിന്റെ അടുത്ത് പോകുന്ന മുത്തശ്ശി ശങ്കറിനെ നോക്കിയിട്ട് ഇതെല്ലാം മഹാദേവന്റെ അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബത്തിൽ ഒരു നാഗദേവൻ ജനിച്ചിരിക്കുന്നു, സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ബബ്ലിക്ക് ശങ്കറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കുന്ന സൗദാമിനി ബബ്ലിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ദുൽചന്ദ് ശങ്കറിന്റെ അടുത്ത് പോയിട്ട് പാറുവിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. ആ സമയം അവിടെ മൻമോഹനും രംഭയും വരുന്നു. മൻമോഹൻ ശങ്കറിനോട് ഇവിടെ നിന്ന് ആർക്കും പുറത്തു പോകാൻ കഴിയില്ല, ചേച്ചിയുടെ വാക്ക് കേട്ടില്ല എങ്കിൽ റിസൾട്ട് മോശമായിരിക്കുമെന്ന് പറയുകയാണ് മൻമോഹൻ. എനിക്ക് പാറുവിനെ വേണമെന്ന് ശങ്കർ പറഞ്ഞിട്ട് ശങ്കറിന്റെ മുഖഭാവം മാറുകയാണ്. അവരുടെ മുന്നിൽ ശങ്കർ പകുതി നാഗമായി മാറുന്നു. ശങ്കറിന്റെ ആ രൂപം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് മൻമോഹനും രംഭയും. അത് കണ്ട് പേടിക്കുന്ന രംഭ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് പറഞ്ഞ് മൻമോഹനെ നിർബന്ധിക്കുകയാണ്. അത് കാണുന്ന ശങ്കർ നാഗമായി മാറി മൻമോഹനെ കൊത്തുകയാണ്. അത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ് രംഭ. മൻമോഹന്റെ ശരീരം മുഴുവൻ വിഷം വ്യാപിക്കുകയാണ്. മറുവശത്ത് മോഹിനി പാറുവിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് പാറുവിനെ മുള്ളുകമ്പിയിൽ കെട്ടിയിടുകയാണ്. ഓരോ സെക്കൻഡ് കഴിയും തോറും മുള്ളുകമ്പി ടൈറ്റ് ആവുകയും ചെയ്യുന്നു. ഈ സമയം മൻമോഹൻ തറയിൽ വീഴുകയാണ്. രംഭ എത്ര വിളിച്ചിട്ട് മൻമോഹൻ എഴുന്നേൽക്കാത്തത് കാണുന്ന രംഭയ്ക്ക് വിഷമവും ദേഷ്യവും വരികയാണ്. രംഭ പാലസിലുള്ളവരോട് എന്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും സംഭവിച്ചാൽ ചേച്ചി ആരെയും വെറുതെ വിടില്ല, ചേച്ചി എല്ലാവരെയും കൊല്ലും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സൗദാമിനി രംഭയെ അടിക്കുകയാണ്. അടി കിട്ടുന്ന രംഭ നിങ്ങൾ എന്റെ ഹസ്ബൻഡിനോട് ചെയ്തത് തെറ്റാണ്, നിങ്ങളെ ആരെയും വെറുതെ വിടില്ല എന്ന് പറയുന്ന സമയം ശങ്കർ
ശങ്കർ രംഭയോട് മൻമോഹൻ രക്ഷപ്പെടും രംഭ, പക്ഷെ മൻമോഹന്റെ ജീവന് പകരം എനിക്ക് പാറു എവിടെയാണെന്ന് അറിയണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രംഭ ആലോചിച്ച് നിൽക്കുകയാണ്. ശേഷം ശങ്കർ പാറുവിന്റെ അടുത്ത് പോവുകയാണ്. മോഹിനിയുടെ അടുത്ത് വരുന്ന ശങ്കർ മോഹിനിയുടെ മുടിയിൽ പിടിച്ച് വലിച്ച് മോഹിനിയെ ഉപദ്രവിക്കുകയാണ്. മറുവശത്ത് രംഭ ഓന്തായി മാറി എല്ലാവരുടെ മുന്നിലേക്കും വരികയാണ്. അത് കണ്ട് പേടിച്ച് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവുകയും രംഭ കാണാതെ മറിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ശങ്കർ നാഗമാകുന്നത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് മോഹിനി. ശങ്കറിന്റെ നാഗരൂപം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറു. മോഹിനിയും ശങ്കറും പരസ്പരം മാറി മാറി ശക്തികൾ പ്രയോഗിക്കുകയാണ്. ശങ്കർ വാലുകൊണ്ട് മോഹിനിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയാണ്. രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന മോഹിനി ശങ്കറിനോട് എന്നെ കൊല്ലുന്നതാണോ പ്രധാനം അതോ പാറുവിനെ രക്ഷപ്പെടുത്തണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ശങ്കർ മോഹിനിയെ വെറുതെ വിടുകയും പാറുവിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. പാറുവിന്റെ അടുത്ത് പോകുന്ന ശങ്കർ യഥാർത്ഥ രൂപത്തിലാവുകയും പാറുവിനെ രക്ഷപ്പെടുത്താൻ നോക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം മോഹിനി കാണുകയാണ്. രക്ഷപ്പെടുന്ന പാറു സന്തോഷം കൊണ്ട് ശങ്കറിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന മോഹിനി ശക്തി പ്രയോഗിച്ച് ക്ലോക്കിലെ സൂചി കൊണ്ട് പാറുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിനെ തള്ളി മാറ്റുന്നു. അപ്പോൾ ശങ്കറിന് കുത്ത് കിട്ടുന്നു. ശങ്കർ മരിച്ചു വീഴുകയാണ്. അടുത്ത സീനിൽ മോഹിനി ശങ്കർ മരിച്ച കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. മോഹിനി പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാത്തത് കൊണ്ട് മോഹിനി മാന്ത്രിക ശക്തി പ്രയോഗിച്ച് മരിച്ചു കിടക്കുന്ന ശങ്കറിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. പാറു കരയുന്നത് കാണുന്ന ശങ്കറിന്റെ ഫാമിലി മുഴുവൻ വിഷമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും കരയുകയാണ്. അത് കാണുന്ന മോഹിനി ബൗള് കയ്യിലെടുക്കുകയാണ്. അതിൽ കണ്ണുനീര് നിറയുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. മറുവശത്ത് ശങ്കറിന്റെ അടുത്ത് കുറച്ച് നാഗങ്ങൾ വരുന്നു. നാഗങ്ങളെ കാണുന്ന പാറു അലറി വിളിച്ച് കരയുകയാണ്. പാറു മഹാദേവനെയും വിളിച്ച് കരയുകയാണ്. എന്നിട്ട് എനിക്ക് ഈ ജന്മവും ശങ്കറിനെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല, ഞാൻ ശങ്കറിന്റെ കൂടെ പോകുമെന്നൊക്കെ പറയുകയാണ് പാറു. ആ സമയം അവിടെ പ്രകാശം വരുന്നു. തുടർന്ന് ശങ്കറിന്റെ അടുത്ത് യമരാജൻ വരികയാണ്. യമരാജനെ കാണുന്ന പാറു യമരാജന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ യമരാജൻ ശങ്കറിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തു കൊണ്ടുവരുന്നു. ശങ്കറിന്റെ ആത്മാവിനെയും കൊണ്ട് യമരാജൻ പോകാൻ തുടങ്ങുന്നത് കാണുന്ന പാറു യമരാജനോട് ശങ്കറിന്റെ ജീവൻ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കെഞ്ചുകയാണ് പാറു. സാവിത്രിക്ക് തിരിച്ചു കൊടുത്തതുപോലെ എനിക്കും എന്റെ ശങ്കറിന്റെ ജീവൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് യാചനയോട് കരഞ്ഞു നിൽക്കുകയാണ് പാറു. പാറുവിന് ശങ്കറിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് മോഹിനിക്ക് നാഗമണിക്ക് സ്വന്തമാക്കാൻ കഴിയുമോ എന്നറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്